Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon. Good afternoon, Miss. ശ്രീകൃഷ്ണ ജയന്തി എങ്ങനെയുണ്ടായിരുന്നു? അമ്പലത്തിലൊക്കെ പോയാ? Good afternoon, Miss. ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്നലെ എങ്ങനെയുണ്ടായിരുന്നു? ശ്രീകൃഷ്ണ ജയന്തിക്ക് പോയവരൊക്കെ ഉണ്ടാവില്ലേ? പോയില്ലേ ആരും? എന്താണ് ആരും മിണ്ടാത്തത്? എല്ലാവരും ഉറക്കത്തിലാണോ? പോയില്ല മാം. പോയില്ലേ? പിന്നെ അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഇന്നലത്തെ ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു കുറവ് ഉണ്ടായിരുന്നു, കുട്ടികൾ കുറവുണ്ടായിരുന്നു. ആരെങ്കിലും പോയിരുന്നു അല്ലെ? ക്ലാസ് ഇന്നലെ ആ ഒരു അവധി ആയിരുന്നത് കൊണ്ടാണ് തോന്നുന്നു. നമുക്ക് അവധി ഉണ്ടായിരുന്നില്ല, പക്ഷെ കുട്ടികൾ ക്ലാസ്സിൽ കുറവായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെ പറഞ്ഞെന്നറിയോ? കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത് അല്ലെ? നിങ്ങൾ വായിച്ചു നോക്കിയിരുന്നോ? വായിച്ചു നോക്കിയോ? Yes, ma'am. വായിച്ചു അല്ലെ? വായിക്കാത്തവര് ഇന്നലെ ക്ലാസ്സിൽ കയറാത്തവര് റെക്കോർഡഡ് ക്ലാസ് കണ്ടോളൂ കേട്ടോ. അപ്പോ നമ്മള് എന്താണ് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഒന്ന് പറഞ്ഞേ. ആരെങ്കിലും ഒരാള് പറഞ്ഞേ കാർഡിയോളജി എന്താണെന്ന് പറഞ്ഞേ. കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്താണ്? പോയോ എല്ലാവരും? ആർക്കും ആൻസർ ഇല്ലേ? ആരെങ്കിലും ഒരാൾ പറയാതെ ഞാൻ പേര് വിളിക്കാം. Department deals with the diseases and defects of heart. ഓക്കെ നസീഫ കറക്റ്റ് ആണ് കേട്ടോ. പിന്നെ സൂര്യ ഉണ്ടോ? സൂര്യ അജേഷ് ഉണ്ടോ? ഇല്ല. ക്ലാസ്സിലില്ലായിരുന്നേ. ക്ലാസ്സിലില്ലായിരുന്നു. പിന്നെ റെക്കോർഡഡ് ക്ലാസ് കാണണോ കേട്ടോ. അതിന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. പോകരുത് കേട്ടോ. കാര്യം നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഒക്കെ ചെറുതായിട്ടൊന്ന് ഒരു ഡെഫിനിഷൻ പോലെ പറഞ്ഞിരുന്നു. അതാണ് കേട്ടോ. പിന്നെ അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പിന്നെ നമ്മൾ പറഞ്ഞത് കാഷ്വാലിറ്റി പറഞ്ഞിരുന്നു അല്ലെ? അത്യാഹിത വിഭാഗം അല്ലെ? ഇതിനകത്ത് 24 അവർ പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാ? 24 അവർ പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് കാഷ്വാലിറ്റി. കറക്റ്റ് ആണ് കേട്ടോ. കാഷ്വാലിറ്റി ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം കേട്ടോ. ഞാനൊന്ന് ഓൾ മ്യൂട്ട് കൊടുക്കട്ടെ. എല്ലാവരും ഒക്കെ ഒന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി വന്നിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഉറങ്ങിപ്പോകുന്നത്. ഉച്ചയ്ക്ക് ആ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നമുക്കൊരു ശീലം വരുന്ന സമയല്ലേ, ഉറക്കൊക്കെ വരും. ഓൾ മ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെ എടുത്തേന്ന് അറിയാമോ? കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് വരെ, അതിന്റെ ഫസ്റ്റ് പാരഗ്രാഫ് വരെയാണ് കേട്ടോ നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയിരുന്നത്. അത് ഫുൾ ആയിട്ടില്ല. അപ്പൊ ഇന്നലെ നമ്മൾ പറഞ്ഞ കൊറോണറി ആർട്ടറി ഡിസീസ് കാഡ് എന്ന് പറഞ്ഞു അല്ലെ? പിന്നെ അതിന് ചെയ്യുന്നൊരു പ്രൊസീജിയർ നമ്മൾ പറഞ്ഞു, ക്യാബ്ജ് എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഇന്നലെ ക്ലാസ്സിൽ കയറിയവരുടെ കാര്യമുണ്ട് അല്ലെ ചോദിക്കുന്നവർക്കൊക്കെ ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയില്ലേ? അതൊക്കെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാലോ. കണ്ടിന്യൂ ചെയ്യാം. നോക്കൂ, കാർഡിയോ വാസ്കുലാർ സർജറി. നോക്കൂ, ആ ഫസ്റ്റ് പാരഗ്രാഫിന്റെ ലാസ്റ്റത്തെ സെന്റൻസ് ആണ് കേട്ടോ ഞാൻ വായിക്കുന്നത്. കാർഡിയോ വാസ്കുലാർ സർജറി ഡീൽസ് വിത്ത് സർജിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽസ്. എന്താണ് പറയുന്നത്? കാർഡിയോ വാസ്കുലാർ എന്ന് പറയുമ്പോൾ ആ ഒരു ടേമിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം കേട്ടോ. കാർഡിയോ എന്ന് പറയുമ്പോൾ ഹാർട്ട് റിലേറ്റഡ് ആണ്. വാസ്കുലാർ എന്ന് പറയുമ്പോൾ ബ്ലഡ് വെസൽസ് രക്തക്കൊഴിലുകളുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പൊ കാർഡിയോ വാസ്കുലർ സർജറി നമ്മൾ പറയും ഹൃദയ ശസ്ത്രക്രിയ എന്ന് പറയും അല്ലെ? ഹൃദയ ശസ്ത്രക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ദ സർജിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽസ് അല്ലെ? ഹൃദയത്തിലോ അല്ലെങ്കിൽ രക്തക്കൊഴിലുകൾക്കോ ഒക്കെ ചെയ്യുന്ന ശസ്ത്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാർഡിയോ വാസ്കുലർ സർജറി അഥവാ ഹൃദയ ശസ്ത്രക്രിയ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ പറഞ്ഞു അല്ലെ, ഹൃദയ ശസ്ത്രക്രിയ. എന്തൊക്കെ ശസ്ത്രക്രിയകളാണ് അതിനകത്ത് ചെയ്യുന്നത്? അതാണ് ഈ സെക്കൻഡ് പാരഗ്രാഫിനകത്ത് പറയുന്നത്. എന്തൊക്കെയാണ്? കാർഡിയാക് സർജറി ഇൻവോൾവ്സ് പ്രൊസീജിയേഴ്സ് ലൈക്ക് ബൈപാസ് സർജറീസ്, വാൽവ് റിപ്പയേഴ്സ്, വാൽവ് റീപ്ലേസ്മെന്റ് ആൻഡ് സർജറി ഫോർ കൺജെനിറ്റൽ ഡിഫക്ട്സ്. ഇവിടെ വരെയുള്ളത് നമുക്കൊന്ന് പറയാം. കാർഡിയാക് എന്ന് പറയുമ്പോൾ ഹാർട്ട് റിലേറ്റഡ് ആണ്. അപ്പൊ എന്തൊക്കെ സർജറികളാണ് അതിനകത്ത് വരുന്നത്?
ബൈപ്പാസ് സർജറീസ് അല്ലെ, നമ്മൾ ഇന്നലെ പറഞ്ഞു ബൈപ്പാസ് സർജറി അല്ലെ, വളരെ മേജർ ആയിട്ടുള്ള ഒരു സർജിക്കൽ പ്രൊസീജിയർ ആണ് അല്ലെ ബൈപ്പാസ് സർജറി. പിന്നെന്താണ് വാൽവ് റിപ്പയേഴ്സ് അല്ലെ, നമ്മുടെ ഹൃദയത്തിന് വാൽവുകൾ ഉണ്ട്, ഈ പറഞ്ഞോണം കസ്പിഡ് വാൽവ്സ്, അതുപോലെ സെമി ലൂണാർ വാൽവുകൾ, അതുകൂടാതെ പല അയോർട്ട വാൽവ്, അങ്ങനെയൊക്കെ ഒത്തിരി വാൽവുകൾ ഉണ്ട് കേട്ടോ. അപ്പൊ ആ വാൽവുകൾക്കൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ അതിനെ റിപ്പയർ ചെയ്യാം. പിന്നെന്താണ് വാൽവ് റീപ്ലേസ്മെന്റ് അല്ലെ, വാൽവുകളെ നമ്മൾ എന്ത് ചെയ്യണം, ചിലപ്പോൾ വാൽവ് തകരാറായി കഴിഞ്ഞാൽ അതിനെ മാറ്റണം അല്ലെ, അപ്പൊ അതിന്റെ വാൽവ് റീപ്ലേസ്മെന്റ്. പിന്നെന്താണ് സർജറി ഫോർ കൺജെനിറ്റൽ ഡിഫക്ട്സ് അല്ലെ. കൺജെനിറ്റൽ എന്ന് പറയുന്ന വേർഡ്സ് നമ്മൾ പരിചയപ്പെട്ട വേർഡ്സ് എന്താണ് ഉദ്ദേശിക്കുന്നത്, ബൈ ബർത്ത് ആണ് കേട്ടോ. അതായത് നമുക്ക് ജന്മനാൽ ഉണ്ടാകുന്ന വൈകല്യങ്ങൾ ഉണ്ടാവും അല്ലെ, ജന്മനാൽ തന്നെ ചിലപ്പോൾ ഹൃദയ സംബന്ധമായിട്ട് എന്തെങ്കിലും വൈകല്യങ്ങളൊക്കെ ഉണ്ടാവും, ചില കുട്ടികൾക്കൊക്കെ വരാറുണ്ട് അല്ലെ, ജന്മനാൽ തന്നെ ഹാർട്ട് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് അതെ ഹോൾസ് ഒക്കെ വരുന്ന അതിന് സീഫ കറക്റ്റ് ആണ്. ജനറ്റിക് ആയിട്ട് ഷിജിന കറക്റ്റ് ആണ് കേട്ടോ, അത് കേട്ടിട്ടുണ്ട്. നമുക്ക് അറിവില്ല, പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് ചില കുട്ടികൾക്ക് ഇങ്ങനെ ഹാർട്ടിന് ഇങ്ങനെ ഹോൾസ് ആയിട്ട് സുഷിരൊക്കെ ആയിട്ട് വരുന്ന കുഞ്ഞുങ്ങളുണ്ടായിരിക്കും. അപ്പൊ അതാണ് കൺജെനിറ്റൽ ഡിഫക്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള സർജറികൾ ഇതെല്ലാം അടങ്ങുന്നതാണ് എന്തെന്ന് പറയുന്നത്, കാർഡിയാക് സർജറി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വാസ്കുലാർ, നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലെ, വാസ്കുലാർ എന്തുമായിട്ട് ഡീൽ ചെയ്യുന്നതാണ്, ബ്ലഡ് വെസൽസിന്റെ അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്, രക്തക്കൊഴിലുകൾ അല്ലെ. അതായത് വാസ്കുലാർ ഡീൽസ് വിത്ത് ഡിസീസ് ഓഫ് ദ ബ്ലഡ് വെസൽസ് അല്ലെ, രക്തക്കൊഴിലുകൾ അല്ലെ. നമ്മുടെ ഇതിനകത്ത് ആർട്ടറീസ് ഉണ്ട്, ധമനിയുണ്ട്, സിരയുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ബ്ലഡ് വെസലുകൾക്കൊക്കെ വരുന്ന അസുഖങ്ങളെയാണ് നമ്മൾ വാസ്കുലാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ രണ്ടും ചേർത്താൽ എന്തായി, കാർഡിയോ വാസ്കുലാർ സർജറി അല്ലെ. ഹൃദയവും അതുപോലെ തന്നെ ഈ പറഞ്ഞ ബ്ലഡ് വെസൽസിനൊക്കെ വരുന്ന അസുഖങ്ങളെ അല്ലെങ്കിൽ അവയുടെ സർജിക്കൽ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെടുന്നതാണ് ഇത് ഹൃദയ ശസ്ത്രക്രിയ, കാർഡിയോ വാസ്കുലർ സർജറി. ഇനി എന്താ പറയുന്നത്, ഇത് മാത്രമല്ല ഇനിയുണ്ട് അവരുടെ സേവനങ്ങൾ എന്തൊക്കെയാണ്, പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ ട്രീറ്റ്മെന്റ് ഫോർ മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഈസ് ആൾസോ ഡൺ ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. നമ്മളിപ്പോ പറഞ്ഞ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഒക്കെ പറഞ്ഞു. അതിന് പുറമെ തന്നെ എന്തൊക്കെയുണ്ട്, പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ. നിങ്ങൾ കേട്ടിട്ടില്ലേ പേസ് മേക്കർ ഘടിപ്പിക്കാന്ന് പറഞ്ഞത്? പേസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, വേഗതയാണ് അല്ലെ. അതായത് നമ്മളുടെ അതെ പേസ് മേക്കർ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ എന്താണ്, നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് തന്നെ ഒരു പേസ് മേക്കർ ഉണ്ട്, ഹൃദയത്തിന് ഒരു പേസ് മേക്കർ ഉണ്ട് ഓൾറെഡി. അതിന് നമ്മള് സൈനോ ഏട്രിയൽ നോഡ് എന്നാണ് കേട്ടോ പറയാം, SA നോഡ് എന്ന് പറയാം. അതൊന്നും നമ്മൾ അറിയണ്ട, ജസ്റ്റ് അറിവിലേക്ക് ആയിട്ട് പറഞ്ഞെന്ന് മാത്രം. നമ്മുടെ ഹൃദയത്തില് നമ്മുടെ വലത് ഏട്രിയത്തിന്റെ ഭാഗത്ത് അവിടെ എന്തുണ്ട്, SA നോഡ് ഉണ്ട്, അതായത് സൈനോ ഏട്രിയൽ നോഡ് എന്ന് പറഞ്ഞിട്ട്. അതാണ് നമ്മുടെ ഹൃദയത്തിന്റെ പേസ് മേക്കർ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ പേസ് മേക്കർ എന്ന് പറഞ്ഞാല്, നമ്മളുടെ ഹൃദയത്തിന്റെ സങ്കോച വികാസങ്ങൾക്ക് തുടക്കം കുറിക്കുകയും അതുപോലെ നമ്മുടെ ഹൃദയത്തിന്റെ സ്പന്ദന നിരക്കൊക്കെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ആളാണ് ആര്, ഈ പേസ് മേക്കർ കേട്ടോ. പേസ് മേക്കർ എന്ന് പറയുന്നത് ഹൃദയത്തിൽ സൈനോ ഏട്രിയൽ നോഡ് ഉണ്ട് നമ്മുടെ ഹൃദയത്തിനകത്ത്. പക്ഷെ അതെന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാതെ മനുഷ്യ ഹൃദയം എന്ന് പറഞ്ഞാല് എന്താണ്, വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരാളാണ് അല്ലെ, ഫുൾ ടൈം അടിച്ചുകൊണ്ടിരിക്കുക. അത് ഇന്ന് നിൽക്കുന്നു അന്നാണ് നമ്മൾ വഴിയെടുക്കും അല്ലെ. അപ്പം ഈ പറഞ്ഞ എന്താ ഉദ്ദേശിക്കുന്നത്, പേസ് മേക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹൃദയത്തിന്റെ സങ്കോച വികാസങ്ങൾക്ക് തുടക്കം കുറിക്കുകയും അതുപോലെ ഹൃദയ സ്പന്ദന നിരക്കിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ആളാണ് ആര്, പേസ് മേക്കർ. നമ്മുടെ ഹൃദയത്തിലുണ്ടത് സൈനോ ഏട്രിയൽ നോഡ്. പക്ഷെ അതിന് എന്തെങ്കിലും കംപ്ലൈന്റ് വരാന്ന് വിചാരിക്കുക, അപ്പൊ എന്ത് ചെയ്യണം, അപ്പൊ നമുക്ക് പേസ് മേക്കർ ഇംപ്ലാന്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് പുതിയതായിട്ട് കൃത്രിമമായിട്ട് വച്ച് പിടിപ്പിക്കേണ്ടതായിട്ട് വരും, ഇംപ്ലാന്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിനകത്ത് ചെയ്യുന്നുണ്ട്. പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ, അതുപോലെ ട്രീറ്റ്മെന്റ്, അതിനോടനുബന്ധിച്ചുള്ള ചികിത്സകള്. പിന്നെന്താണ് പറയുന്നത്, ട്രീറ്റ്മെന്റ് ഫോർ മയോകാർഡിയൽ ഇൻഫാക്ഷൻ അല്ലെ. ഈ മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കൊന്നുമുണ്ട്, ഒന്നുമില്ല, ഹാർട്ട് അറ്റാക്ക് ആണ് കേട്ടോ സംഭവം. അങ്ങനെയൊന്നും ആരും ഈ പേര് നമ്മൾ പറയാറില്ല. ഹാർട്ട് അറ്റാക്കിനെയാണ് നമ്മൾ മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് ആദ്യം എന്താ, പേസ് മേക്കർ പറയണം. പേസ് മേക്കർ എന്ന് പറഞ്ഞാല് നമ്മുടെ ഹൃദയത്തിന്റെ സങ്കോച വികാസങ്ങൾക്ക് തുടക്കം കുറിക്കുകയും നമ്മുടെ ഹൃദയത്തിന്റെ സ്പന്ദന നിരക്കിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ആളാണ് പേസ് മേക്കർ എന്ന് പറയുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ പേസ് മേക്കർ, നമ്മുടെ ഹൃദയത്തിന്റെ പേസ് മേക്കർ എന്ന് അറിയപ്പെടുന്ന ഒരു ഭാഗമുണ്ട്. അതാണ് സൈനോ ഏട്രിയൽ നോഡ് എന്ന് പറയും, SA നോഡ് എന്ന് പറയും. സൈനോ ഏട്രിയൽ നോഡ് നമ്മുടെ ഹൃദയത്തിന് അടുത്തുണ്ട് കേട്ടോ. അതാണ് പേസ് മേക്കർ എന്ന് പറയും. ഹൃദയത്തിന്റെ ഹൃദയം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്, ഹൃദയത്തിന്റെ ഹൃദയം എന്നാണ് അറിയപ്പെടുന്നത്.
അപ്പോ ഈ പേസ് മേക്കർ, ഈ സൈനോഇട്രിയൽ നോഡ് എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി ഉള്ള ആ പേസ് മേക്കറിന് എന്തെങ്കിലും കംപ്ലൈന്റ് വരാന്ന് വിചാരിക്കും. അപ്പൊ എന്ത് ചെയ്യണം? പുതിയ പേസ് മേക്കർ നമ്മൾ കൃത്രിമമായിട്ട് വെച്ച് പിടിപ്പിക്കേണ്ടതായിട്ട് വരും. അതിന് കംപ്ലൈന്റ് വന്നാൽ ഏതെങ്കിലും ഒരു മെഷീനറി വെച്ച് നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും അല്ലെ. അതായത് ആർട്ടിഫിഷ്യൽ ആയിട്ടൊരു പേസ് മേക്കർ ഘടിപ്പിക്കേണ്ടതായിട്ട് വരും. അതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ. പിന്നെന്താണ്? മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് ആണ്. അപ്പൊ നമ്മുടെ ഹൃദയത്തിന് പല അറകളുണ്ട്. പെരികാർഡിയം, മയോകാർഡിയം, പിന്നെ ഉണ്ട് ഒരു അറ. ഈ മയോകാർഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഹൃദയത്തിന്റെ ഏകദേശം മിഡിൽ ഭാഗത്തുള്ള എന്താണ് ഷിജിന? ഹാർട്ട് ഡയറക്റ്റ് ഓപ്പൺ ചെയ്താണോ ആ പ്രൊസീജിയർ? പേസ് മേക്കർ ആയിരിക്കും ഓപ്പൺ ഹാർട്ട് ആയിട്ട്. അപ്പൊ എന്താണ്? ട്രീറ്റ്മെന്റ് ഫോർ മയോകാർഡിയൽ ഇൻഫെക്ഷൻ, ഹാർട്ട് അറ്റാക്ക് ആണ് കേട്ടോ. അതായത് നമ്മുടെ മയോകാർഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഹൃദയത്തിന്റെ ഏകദേശം മിഡിലുള്ള മധ്യഭാഗത്തുള്ള ഒരു ലെയർ ആണത് കേട്ടോ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ കാഡിനെ കുറിച്ച് പറഞ്ഞിരുന്നു, കൊറോണറി ആർട്ടറി ഡിസീസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പൊ ആ ഒരു അസുഖം വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമ്മുടെ ഹൃദയത്തിലേക്കുള്ള ബ്ലഡിന്റെ ഫ്ലോ കുറയും അല്ലെ, ഓക്സിജനേറ്റഡ് ബ്ലഡിന്റെ ഫ്ലോ കുറയും. അപ്പോ പ്രധാനമായിട്ടും ഇങ്ങനെ ഓക്സിജൻ സപ്ലൈ വേണ്ടത്ര രീതിയിൽ ഹൃദയത്തിലേക്ക് എത്താതെ വരുന്ന ഒരവസ്ഥ, അങ്ങനെയാണല്ലോ നമ്മൾ കാഡ് എന്ന് പറയുന്നത്. അപ്പൊ അതുമൂലം എന്ത് സംഭവിക്കുന്നറിയോ? നമ്മുടെ ഹൃദയത്തിന്റെ മയോകാർഡിയൽ സെല്ലുകൾ ഉണ്ട്, ഈ മിഡിൽ ഭാഗത്ത് കാണുന്ന സെല്ലുകൾ, അത് ഡെഡ് ആയി പോകും, നശിച്ചു പോകുന്നത്. വേണ്ടത്ര ഓക്സിജൻ സപ്ലൈ കിട്ടാതെ വരുമ്പോ എന്ത് സംഭവിക്കും? അവിടുത്തെ സെല്ലുകൾ അല്ലെങ്കിൽ ടിഷ്യൂസ് ഡെഡ് ആയി പോകും. ആ ഒരു അവസ്ഥയാണ് ഹാർട്ട് അറ്റാക്ക് അഥവാ മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആൻജിന എന്ന് പറഞ്ഞു അല്ലെ. ആൻജിനയും മയോകാർഡിയൽ ഇൻഫാക്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? ആൻജിന എന്ന് പറഞ്ഞ ഇതേ സംഭവം തന്നെ, കാഡ് മൂലം ഈ പറഞ്ഞ ബ്ലോക്കേജ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വേണ്ടത്ര ഓക്സിജൻ സപ്ലൈ ഹൃദയത്തിലേക്ക് കുറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ നെഞ്ചിലുണ്ടാകുന്ന അതിശക്തമായിട്ടുള്ള വേദനയാണ് നമ്മൾ ആൻജിന എന്ന് പറയുന്നത്. മയോകാർഡിയൽ ഇൻഫെക്ഷൻ അഥവാ ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഓക്സിജൻ സപ്ലൈ കുറയുമ്പോൾ ഈ മയോകാർഡിയൽ സെല്ലുകൾ നശിച്ചു പോകും, ഡെഡ് ആയി പോകുന്നത്. ഓക്കെ, ആ ഒരു അവസ്ഥേനെയാണ് നമ്മൾ ഹാർട്ട് അറ്റാക്ക് അഥവാ മയോകാർഡിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ആൾസോ ഡൺ ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെയുള്ള സേവനങ്ങളും എവിടെ ചെയ്യുന്നുണ്ട്? നമ്മുടെ ഈ ഒരു കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിനടുത്ത് ചെയ്യുന്നുണ്ട്. ഓക്കെയാണ്? ക്ലിയർ ആണല്ലോ നിങ്ങൾക്ക്? ഇതിന്റെ പലതും നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് അല്ലെ. പേസ് മേക്കർ, ബൈപ്പാസ് സർജറി അല്ലെ, ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റിലോട്ട് പോകാം. എന്താണ്? അനസ്തേഷ്യോളജി. ഇതാണ് അനസ്തേഷ്യോളജി. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് കടക്കാം കേട്ടോ. അനസ്തേഷ്യ ചെയ്തവരൊക്കെ നമ്മുടെ ഈ ക്ലാസ്സിനകത്തൊക്കെ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ജനറൽ അനസ്തേഷ്യ ചെയ്തവരുണ്ടാവും, പിന്നെ സിസേറിയൻ കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് അറിയാമായിരിക്കും അല്ലെ, അവർക്കും ഉണ്ടായിരിക്കും അല്ലെ. അപ്പം പ്രധാനമായിട്ടും അനസ്തേഷ്യനെ നമ്മൾ മൂന്നായിട്ടാണ് കേട്ടോ, 3 ടൈപ്പ് ഓഫ് അനസ്തേഷ്യയാണ് ഉള്ളത്. ഈ അനസ്തേഷ്യ ചെയ്യാനായിട്ട് സ്പെഷ്യൽ ഡോക്ടർ തന്നെയുണ്ട്. അപ്പൊ ഈ അനസ്തേഷ്യ എന്ന് പറയുമ്പോ എന്താണ് സർ? അനസ്തേഷ്യ എന്ന് പറയുമ്പോ അതിനെന്താ മലയാളം പറയാ? നമ്മൾ സർജിക്കൽ പ്രൊസീജിയർ ചെയ്യുമ്പോൾ നമ്മൾ ബോധം കെടുത്തില്ലേ, അതിന് ആ ഒരു ഭാഗം മരവിപ്പിക്കില്ലേ, അതിനെയാണ് നമ്മൾ അനസ്തേഷ്യ എന്ന് പറയുന്നത് കേട്ടോ. മയക്കുന്ന സംഭവമാണ്. അതിന് കൃത്യം മലയാളം നമുക്ക് പറയാൻ പറ്റില്ല. അനസ്തേഷ്യ കേട്ടോ. അനസ്തേഷ്യ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അനസ്തേഷ്യ കൊടുക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? എന്തിനായിരിക്കും? പെയിൻ അറിയാതിരിക്കാൻ അല്ലേ? പെയിനോ? അതെ, ഷിജിന പറഞ്ഞു നോ പെയിൻ അല്ലെ, പെയിൻ ഇല്ലാതെ ഇരിക്കാനായിട്ട്. ഇത്തരം സർജിക്കൽ പ്രൊസീജിയർ ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ശരീരഭാഗങ്ങൾ കീറി കുറിച്ചൊക്കെയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആ പെയിൻ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? അനസ്തേഷ്യ കൊടുക്കുന്നത്. അല്ലെങ്കിൽ അവരെ മയക്കി കെടുത്ത് അല്ലെങ്കിൽ അവരെ മരവിപ്പിക്കുക, ആ ഒരു ഭാഗം നമ്മൾ മരവിപ്പിക്കുകയോ ചെയ്യും. ഓക്കെ, അപ്പോ ഈ അനസ്തേഷ്യ പ്രധാനമായിട്ടും 3 തരത്തിലാണ് കേട്ടോ ഉള്ളത്. ഏതൊക്കെയാണെന്ന് അറിയാമോ? ജനറൽ അനസ്തേഷ്യ, അതുപോലെ ലോക്കൽ അനസ്തേഷ്യ, പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട്. എന്താണെന്ന് അറിയാമോ? റീജിയണൽ അനസ്തേഷ്യ. ഏതൊക്കെയാണെന്ന് പറഞ്ഞത്? ജനറൽ അനസ്തേഷ്യ, ലോക്കൽ അനസ്തേഷ്യ, റീജിയണൽ അനസ്തേഷ്യ. അങ്ങനെ 3 തരത്തിലുള്ള അനസ്തേഷ്യകളാണ് ഉള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് കടക്കാം. ജനറൽ അനസ്തേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിൽ എന്ത് ചെയ്യാണ്? അനസ്തെറ്റിക് ഡ്രഗ് അഥവാ അനസ്തെറ്റിക് മെഡിസിനെ നമ്മൾ നേരിട്ട് ഒന്നില്ലെങ്കിൽ നമ്മുടെ വെയിനിലേക്ക് ഇൻജെക്ട് ചെയ്യും, അല്ലെങ്കിൽ മാസ്ക് വഴി അനസ്തെറ്റിക് മെഡിസിൻസിനെ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് വിടും. അപ്പോ ജനറൽ അനസ്തേഷ്യ ചെയ്യുമ്പോഴത്തെ പ്രത്യേകത എന്താണെന്ന് അറിയാണ്ട് ആ ഒരു പേഷ്യന്റ് കംപ്ലീറ്റ് എന്തായിട്ട് മാറും? അൺകോൺഷ്യസ് ആയിട്ട് മാറും, അതായത് അബോധാവസ്ഥയിലാകും. ആ വ്യക്തി
ഫുൾ എന്തായിരിക്കും, ഒരു സ്ലീപ്പിംഗ് മോഡിലായിരിക്കും, ഒരു ഉറങ്ങിയ ഒരു അവസ്ഥയിലായിരിക്കും, ഒന്നും അറിയുന്നുണ്ടാവില്ല, ഒരു കാര്യം അവർക്ക് അറിയാൻ പറ്റില്ല. ആ ഒരു മെഡിസിൻ ചെല്ലുന്നതോടുകൂടി ഒരു ഫുള്ളി അൺകോൺഷ്യസ് ആവുകയാണ് കേട്ടോ. അതാണ് ജനറൽ അനസ്തേഷ്യ എന്ന് പറഞ്ഞാൽ. ലോക്കൽ അനസ്തേഷ്യ, ആ പേര് പോലെ തന്നെ ലോക്കൽ ആണ് അല്ലെ. ലോക്കൽ അനസ്തേഷ്യ എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഒരു ചെറിയ ഏരിയയിൽ ആ ഒരു പ്രൊസീജിയർ ചെയ്യുന്ന ആ ഒരു ചെറിയൊരു ഏരിയയിൽ എന്ത് കൊടുക്കുകയാണ്, മരവിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ അവിടെ അനസ്തേഷ്യ കൊടുക്കുകയാണ്. പ്രധാനമായിട്ട് അത് ചെയ്യുന്നത് നമ്മുടെ പല്ല് ഡോക്ടർമാര് അല്ലെ. പല്ല് ഡോക്ടർ അടുത്തൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം, പല്ല് പറിക്കാനോ അല്ലെങ്കിൽ റൂട്ട് കനാൽ ചെയ്യാനോ മറ്റെന്തെങ്കിലും ചെറിയ എന്തെങ്കിലും സർജിക്കൽ പ്രൊസീജിയർ ഒക്കെ ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും, വേദന അറിയാതിരിക്കാനായിട്ട് ഒന്നുകിൽ അവര് ഇഞ്ചക്ഷൻ ചെയ്യും അല്ലെ, മോണയിൽ ഇഞ്ചക്ഷൻ ചെയ്യും, അതല്ലെങ്കിൽ ചിലപ്പോൾ അവർ സ്പ്രേ ആയിരിക്കും ചെയ്യുന്നത്. അതൊക്കെ എന്താണ്, അനസ്തെറ്റിക് ഡ്രഗ്സ് ആണ്. ഇതിന് വേണ്ടിയിട്ടാണ്, അവിടെ മരവിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ വേദനയൊന്നും അറിയില്ല. ഓക്കെ, പിന്നെ ഇതെല്ലാം കഴിഞ്ഞു കഴിയുമ്പോഴാവും നമുക്ക് അതിന്റെ ഒരു വേദന വരുന്നത്. അപ്പൊ നമുക്ക് പെയിൻ കില്ലറും തരും അല്ലെ, അങ്ങനെയല്ലേ ചെയ്യാറ് ഡോക്ടേഴ്സ്. പിന്നെ ഒരു വിഭാഗമാണ് എന്ത്, റീജിയണൽ അനസ്തേഷ്യ. അത് മിക്കവർക്കും അറിയുന്നുണ്ടാവും. കാര്യം എന്താ, സിസേറിയൻ സെക്ഷൻസ് ചെയ്തവർക്കൊക്കെ അറിയുന്നുണ്ടാവും അല്ലെ. റീജിയണൽ അനസ്തേഷ്യ എന്ന് പറയുമ്പോൾ ജനറൽ അനസ്തേഷ്യയിൽ നിന്ന് എന്താണ് അവിടെ വ്യത്യാസം എന്ന് അറിയാമോ, ഒരു റീജിയൻ ആണ് അല്ലെ. അതായത് സർജറി ചെയ്യുന്ന ആ ഒരു ഏരിയനെ മാത്രം എന്ത് ചെയ്യണം, അവിടെ അനസ്തേഷ്യ കൊടുക്കണം, അവിടെ മാത്രം അനസ്തേഷ്യ കൊടുക്കണം. പക്ഷെ എന്തല്ല, പേഷ്യന്റ് അൺകോൺഷ്യസ് അല്ല. മനസ്സിലായോ, പേഷ്യന്റ് കോൺഷ്യസ് ആണ്. അതായത് അദ്ദേഹത്തിന് ബോധം ഉണ്ടാകും, അവിടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് അറിയുന്നുണ്ടാവും. ഈ പറഞ്ഞ സർജിക്കൽ പ്രൊസീജിയർ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം വരെ അവർക്ക് അറിയാൻ പറ്റും, അവരോട് സംസാരിക്കാൻ പറ്റും, എല്ലാം അവർക്ക് അറിയാൻ പറ്റും. അവര് എന്തല്ല, അൺകോൺഷ്യസ് അല്ല, കോൺഷ്യസ് ആയിരിക്കും. പക്ഷെ എന്താണ്, ആ സർജറി ചെയ്യുന്ന ആ ഭാഗത്തെ പെയിനോ യാതൊരു ഫീലിങ്ങോ ഒന്നും അവർക്ക് ഉണ്ടാവില്ല. മനസ്സിലായതോ. അതാണ് ജനറൽ അനസ്തേഷ്യയിൽ നിന്നും ഈ പറഞ്ഞ റീജിയണൽ അനസ്തേഷ്യക്കുള്ള വ്യത്യാസം. ഇവിടെ സിസേറിയൻ സെക്ഷൻസ് ഒക്കെ കഴിഞ്ഞവരുണ്ടായിരിക്കുമല്ലോ ഇല്ലേ, അനസ്തേഷ്യ ചെയ്തവരുണ്ടാവില്ലേ? ആരൊക്കെയുണ്ട്? മിസ്റ്റർ എക്സ്പീരിയൻസ് ഷംസിയ ഉണ്ട് അല്ലെ. ഷംസിയ ഇതൊന്നും ജസ്റ്റ് ഒന്ന് പറഞ്ഞു, ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? ഷംസിയ ഒന്ന് പറയാമോ? ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഒന്ന് പറയാം? പറയാം മിസ്സേ. നമ്മുടെ സിസേറിയൻ സെക്ഷന് മുമ്പ് നമ്മുടെ ബാക്കിൽ, നടുവിന്റെ ബാക്കത്ത് സ്പൈനലായിട്ടാണ് ഇഞ്ചക്ഷൻ ചെയ്തത്. അത് ചെയ്തപ്പോ നമ്മുടെ കാലിന്റെ അരയ്ക്ക് താഴേക്കുള്ള ഒരു തളർച്ചയാണ് ഉണ്ടായത്. അല്ലാണ്ട് നമുക്ക് ബോധമായി പോവുക അങ്ങനെയൊന്നും ഉണ്ടായില്ല. എല്ലാം നല്ല, എനിക്ക് അങ്ങനെയായിരുന്നു, എന്റെ എക്സ്പീരിയൻസ് നല്ല ഓർമ്മയുണ്ടായിരുന്നു. പക്ഷെ ഇവർ ചെയ്തതിന്റെ പെയിൻ ഒന്നും അറിഞ്ഞില്ല, പക്ഷെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു. പിന്നെ അതൊരു കുറച്ച് കഴിഞ്ഞ് നമ്മള് ICUലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ തൊട്ട് അതിന്റെ ആ ഒരു പെയിനൊക്കെ ചെറുതായിട്ട് വരാനൊക്കെ തുടങ്ങി, അറിയാനൊക്കെ തുടങ്ങി, കാലൊക്കെ അനക്കാൻ പറ്റില്ലൊക്കെ ഉണ്ടായി. അതാണ് എന്റെ എക്സ്പീരിയൻസ്. ഓക്കെ ഓക്കെ, അത് ശരി. ഓക്കെ, പിന്നെ ആരായിരുന്നു? അരുണിമ കുട്ടിയുടെ പേര്. ആളിപ്പോ ചെയ്തിരിക്കുക എന്നൊക്കെ പറഞ്ഞല്ലോ, മെസ്സേജ് കണ്ടല്ലോ. അരുണിമ ഡെലിവറി കഴിഞ്ഞിട്ടുള്ളൂ. ഏതാണ്, ജനറൽ അനസ്തേഷ്യ ആയിരുന്നോ അതോ മറ്റേ എന്താ പറയാ റീജിയണൽ ആയിരുന്നോ? ഓക്കെ, പോയോ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും അല്ലെ, എക്സ്പീരിയൻസ് ചെയ്ത ആളുകളുണ്ട്. ഓക്കെ, റീജിയണൽ അല്ലെ. ഓക്കെ, 2 സെക്ഷൻ കഴിഞ്ഞു നസീഫ. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. ഞാനിതേ ഷംസിയയുടെ സെയിം അനുഭവം, എന്റെ അമ്മ എന്നെ പ്രസവിച്ചത് സിസേറിയനിലൂടെ ആയിരുന്നു. അപ്പൊ അമ്മയോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഒത്തിരി വർഷങ്ങൾക്ക് മുന്നാണ് കേട്ടോ. അപ്പൊ അമ്മ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ തന്നെയായിരുന്നു, ഈ പറഞ്ഞ പോലെ നടുവിനാണ് ഇഞ്ചക്ഷൻ കൊടുത്തത്. ഇങ്ങനെ എന്റെ അമ്മ പറഞ്ഞത് ഇങ്ങനെ ചെമ്മീൻ വളച്ച് കിടത്തണ പോലെ ഇങ്ങനെ ശരിക്കും വളച്ചിങ്ങനെ കിടത്തിയിട്ട് നട്ടലിനാണ് ആ ഇഞ്ചക്ഷൻ കൊടുക്കണെന്നാ പറഞ്ഞത്. അത് കൊടുക്കുന്നതോട് കൂടിയിട്ട് ഭയങ്കര ഒരു പെയിനാണ് ആ സമയത്ത് ആ ഇഞ്ചക്ഷൻ ചെയ്തപ്പോ. അങ്ങനെ വെരി പെയിൻഫുൾ ആഫ്റ്റർ സി സെക്ഷൻ. ഷിജിന അറിയാം കേട്ടോ, ഒന്ന് കേട്ടിട്ടുണ്ട്, വളരെ പെയിൻഫുൾ ആണെന്ന്. ഓക്കെ, ഇങ്ങനെ നോക്കും. പക്ഷെ നോർമൽ ഡെലിവറി ആണ് ഇപ്പോഴും സേഫ്റ്റി. ആ സമയത്ത് വേദന മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. പക്ഷെ സി സെക്ഷൻ കഴിഞ്ഞവർക്ക് പിന്നീട് ഒത്തിരി വേദന ഉണ്ടാവും, എനിക്കറിയാം. അപ്പൊ ഞാൻ എന്റെ അമ്മയോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഷംസിയ പറഞ്ഞ സെയിം എക്സ്പീരിയൻസ് തന്നെയാണ് അമ്മ പറഞ്ഞത്. എല്ലാം അറിയുന്നുണ്ടായിരുന്നു, അവിടുത്തെ വേദന മാത്രം എനിക്കറിയുന്നില്ല. പക്ഷെ ചെയ്യുന്നതും പിന്നെ ഡോക്ടർ അമ്മയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു, ടൈം എത്രയായിരുന്നു ചോദിക്കുന്നുണ്ടായിരുന്നു, ക്ലോക്ക് വെച്ചിട്ട് ഇപ്പൊ എത്ര സമയമായി അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്ന് പറയും. അപ്പൊ ഞാൻ അങ്ങനെ അമ്മയിലൂടെ കേട്ടിട്ടുണ്ട്. സെയിം എക്സ്പീരിയൻസ് തന്നെയാണ് അമ്മയും പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ചോദിച്ചെന്നുള്ളൂ. റീജിയണൽ അനസ്തേഷ്യക്ക് നോർമൽ ഡെലിവറി ആയതുകൊണ്ട് അറിയില്ല. അതെ, നോർമൽ ഡെലിവറിക്ക് ആ സമയത്ത് വേദന മാത്രമേ ഉള്ളൂ അല്ലെ.
പിന്നെ അത് കഴിഞ്ഞ സ്റ്റിച്ചിന്റെ ചെറിയ ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഓക്കെയാണ് അല്ലെ. പക്ഷെ നമ്മൾ വിചാരിക്കും ആ അൺകോൺഷ്യസ് ആയിരുന്നു അല്ലെ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഉണ്ട് അല്ലെ, പല പല അനുഭവങ്ങളാണ് ഓരോരുത്തർക്ക് അല്ലെ. ഓക്കെ, കാര്യം നമ്മൾ പറയും സിസേറിയൻ അല്ലേ, അപ്പൊ വലിയ വേദന അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ ശരിക്കും വേദന അനുഭവിക്കുന്നവര് അവരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ പെയിൻ അനുഭവിക്കേണ്ടി വരിക അവർക്കായിരിക്കും അല്ലെ. പിന്നെ കുട്ടീനെ നോക്കണം, ആ ഒരു ഇതിന്റെ വേദന, ഇവരെല്ലാവരും ഒരു പ്രത്യേക അവസ്ഥയിലൂടെ അല്ലേ അവർ കടന്നു കൊണ്ടുവരാൻ. എല്ലാവർക്കും ഉണ്ടാവും. പൊതുവെ പക്ഷെ ചിലര് പറയും സിസേറിയൻ അല്ലേ വലിയ വേദന ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല, അങ്ങനെയൊന്നുമില്ല അല്ലെ. അതെ നസീബ, അനുഭവിച്ചവർക്ക് അറിയാൻ പറ്റുള്ളൂ. കറക്റ്റ് ആണത്, മറ്റുള്ളവർക്ക് വെറുതെ പറഞ്ഞാൽ പോരെ അല്ലേ. ഓക്കെ, അപ്പൊ നമ്മള് ഇതിലേക്ക് വരാം. ഞാൻ പറഞ്ഞത് റീജിയണൽ അനസ്തേഷ്യയുടെ കാര്യമാണ്. നല്ല പെയിൻ ആയിരുന്നു അല്ലെ എനിക്കിലേക്ക്. അപ്പൊ എന്താണ് റീജിയണൽ അനസ്തേഷ്യ നോക്കാം. അപ്പൊ പിന്നെ നമുക്ക് വായിക്കാം കേട്ടോ. അത് തന്നെയാണ് എക്സാമ്പിൾ പറയുന്നത്, സിസേറിയൻ സെക്ഷൻസ് കേട്ടോ. ജനറൽ അനസ്തേഷ്യ എന്ന് പറയുമ്പോൾ അത് സാധാരണ മേജർ സർജറികൾക്കാണ് കേട്ടോ കൊടുക്കുക. മേജർ സർജറി, ഇപ്പൊ ഈ പറഞ്ഞ ബൈപ്പാസ് സർജറി ഒക്കെ നമ്മൾ പറഞ്ഞില്ല, അതിനൊക്കെ ജനറൽ അനസ്തേഷ്യ ഫുള്ളി ആ ഒരു രോഗിയെ എന്താക്കി മാറ്റാണ്, അൺകോൺഷ്യസ് ആക്കിയിട്ട് മാറ്റാണ് ചെയ്യുക കേട്ടോ. നമുക്ക് വായിക്കാം. ഡോക്ടേഴ്സ് ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ് അഡ്മിനിസ്റ്റർ അനസ്തേഷ്യ ഫോർ പേഷ്യൻസ് ഫോർ പ്രൊസീജിയേഴ്സ് ആൻഡ് സർജറീസ് അല്ലെ. ഇത്തരത്തിലുള്ള സർജറികള് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അനസ്തേഷ്യ കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് അനസ്തേഷ്യോളജി അല്ലെ. അതായത് ഈ അനസ്തേഷ്യ കൊടുക്കുന്ന സ്പെഷ്യൽ ഡോക്ടർ തന്നെയുണ്ട് കേട്ടോ. സ്പെഷ്യൽ ഡോക്ടർമാർ, അവർക്ക് മാത്രമാണ് അത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഡോക്ടേഴ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കാം, നമുക്കറിയാമല്ലോ. അനസ്തേഷ്യോളജി വിൽ അഡ്മിനിസ്റ്റർ. ഏതൊക്കെ ടൈപ്പ് അനസ്തേഷ്യ ഉണ്ട്? ജനറൽ അനസ്തേഷ്യ അല്ലെ. എന്താണ് ജനറൽ അനസ്തേഷ്യ എന്ന് പറഞ്ഞാല്? General anesthesia is medicine that is administered by an anesthesiologist, a medical doctor, through a mask or an IV cannula placed in the vein. ഇങ്ങനെയാണ് ജനറൽ അനസ്തേഷ്യ കൊടുക്കണമെന്നാണ് പറയുന്നത്. ഒന്നില്ലെങ്കിൽ ഒരു മാസ്ക് മുഖേന. മാസ്ക് വെക്കുക എന്താണെന്ന് ഉദ്ദേശിക്കുന്നത്, ഗേഷ്യസ് ആയിട്ടുള്ള അനസ്തെറ്റിക് ഡ്രഗ്സിനെ ഇൻഹേൽ ചെയ്ത് കൊണ്ട് അവരെ അബോധാവസ്ഥയിലാക്കുക. അതിന് വേണ്ടിയിട്ടാണ് മാസ്ക് യൂസ് ചെയ്തിട്ടുള്ള അങ്ങനെയും അനസ്തെറ്റിക് ഡ്രഗ്സ് കൊടുക്കാറുണ്ട്. പിന്നെ IV കാനുല കേട്ടോ, ഓർ IV കാനുല. IV എന്ന് വെച്ചാൽ എന്താണ്? ഇൻട്രാവെനസ് ആണ് കേട്ടോ. ഇൻട്രാവെനസ് എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് എന്താണ് ഇൻസേർട്ടഡ് ഇൻ ടു ദ വെയിൻ. നേരിട്ട് നമ്മുടെ വെയിനിലേക്ക് ഇൻസേർട്ട് ചെയ്യാണ് ആ ഒരു മരുന്ന്. ഓക്കെ, IV കാനുല എന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്ലാസ്റ്റിക് ട്യൂബ് പോലെ ഇരിക്കും. അത് നേരിട്ട് എന്ത് ചെയ്യും, അതിന് ഈ മരുന്ന് നിറച്ചിട്ട് അത് നേരിട്ട് നമ്മുടെ വെയിനിലേക്ക് ഇൻജെക്ട് ചെയ്യാണ് ചെയ്തത്. IV എന്ന് വെച്ചാൽ ഇൻട്രാവെനസ് കേട്ടോ. അതായത് വെനസ് മീൻസ് അറിയാലോ, വെയിനാണ്, ഇൻടു ദ വെയിനാണ്. നമ്മുടെ ഈ കുഞ്ഞു കുട്ടികൾക്കൊക്കെ നമുക്കറിയാം മറ്റേതാണ്, അവർക്ക് അസുഖമൊക്കെ വരുമ്പോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ IV ആന്റിബയോട്ടിക് കൊടുക്കാറുണ്ട് അല്ലെ. IV ആന്റിബയോട്ടിക് നേരിട്ട് എന്താണ് ചെയ്യുന്നത്, വെയിനിലേക്ക് കൊടുക്കാണ്. അതായത് നേരിട്ട് അതിന് കറക്റ്റ് കേട്ടോ. അതായത് നേരിട്ട് വെയിനിലേക്കായിരിക്കും മെഡിസിൻ കൊടുക്കുക. നമ്മളിപ്പോ ഒരു മരുന്ന് കഴിച്ച് അത് ഡൈജസ്റ്റ് ചെയ്ത് അത് രക്തത്തിൽ അലിഞ്ഞൊക്കെ വന്ന് അതിന്റെ റിസൾട്ട് വരുമ്പോൾ കുറച്ച് താമസം എടുക്കും. പക്ഷെ IV ആയിട്ട് കൊടുക്കുമ്പോൾ എന്താണ്, നേരിട്ട് വെയിനിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് തന്നെ അതിന്റെ ഇഫക്റ്റ് വരും. ഓക്കെ, ഈ ഒരു ഡ്രഗ്സ് IV മീൻസ് ഒന്നില്ലെങ്കിൽ ഇൻട്രാവെനസിലെ IV കാനുല, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാസ്ക് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും ഈ ഒരു മെഡിസിൻ എന്തിലേക്ക്, പേഷ്യന്റിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. While the anesthesia is working, the patient will become unconscious. ജനറൽ അനസ്തേഷ്യയുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഈ ഒരു അനസ്തേഷ്യ എന്താണ് സമയത്ത് അല്ലെങ്കിൽ വർക്കിംഗ് ആവുമ്പോൾ ആ ഒരു മരുന്ന് ചെല്ലുമ്പോഴേക്കും ഈ പേഷ്യന്റ് എന്തായി മാറാണ്, അൺകോൺഷ്യസ് ആവുന്നത്, അബോധാവസ്ഥയിലാവാണ്. പിന്നെ ഒരു സ്ലീപ്പിംഗ് മോഡിലായിരിക്കും കേട്ടല്ലോ. അതാണ് ജനറൽ അനസ്തേഷ്യ എന്ന് പറയുന്നത്. സാധാരണ മേജർ സർജറികൾക്കൊക്കെ കൊടുക്കുന്നത് ജനറൽ അനസ്തേഷ്യ ആണ് കേട്ടോ. സൗമ്യക്ക് മാസ്ക് ആയിരുന്നു അല്ലെ തന്നത്. ഓക്കെ ഓക്കെ, ആ രണ്ട് ഓപ്ഷൻ ഇവിടെ ഇവര് പറയുന്നുണ്ട് കേട്ടോ. മാസ്ക് ഓർ IV കാനുല. അപ്പോ മാസ്ക് ആയിരുന്നു അല്ലെ. ഓക്കെ, ശരി. പിന്നെ അടുത്തതാണ് എന്ത്, ലോക്കൽ അനസ്തേഷ്യ. എന്താണ്? ലോക്കൽ അനസ്തേഷ്യ ബ്ലോക്സ് സെൻസേഷൻ ഇൻ സ്മോൾ ഏരിയാസ്. രണ്ടും ചെയ്തിട്ടുണ്ട്. ആദ്യം എന്തൊക്കെ, മാസ്ക് ആൻഡ് IV ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഒരു ഗ്യാരണ്ടിക്ക് പോകുന്ന പോലെ ആയിരിക്കുന്നു അല്ലെ ഷിപ്പ പറയുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. എനിക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ, ഗാർഡൻ. ഓക്കെ ഓക്കെ, ശരി ശരി. ഓക്കെ,
എനിക്ക് ചെയ്തിട്ടുണ്ട്. ജനറൽ അനസ്തേഷ്യ എനിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോ അറിയാം എക്സ്പീരിയൻസ് ഉണ്ട്. ലോക്കൽ അനസ്തേഷ്യ എന്താണ്? ഈ ലോക്കൽ അനസ്തേഷ്യ ബ്ലോക്സ് സെൻസേഷൻ ഇൻ സ്മോൾ ഏരിയാസ് അല്ലെ, ചെറിയ ഏരിയയില് സ്മോൾ ഏരിയാസിലൊക്കെ നമുക്ക് ആ ഒരു സെൻസേഷനെ, ആ ഒരു സംവേദനത്തിനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് ഓക്കെ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ലോക്കൽ അനസ്തേഷ്യ. പേര് പോലെ തന്നെ ലോക്കൽ ആണ് കേട്ടോ, ലോക്കൽ അനസ്തേഷ്യാണ്. സാധാരണ ഡെന്റിസ്റ്റ് യൂസ് ദ ലോക്കൽ അനസ്തേഷ്യ വെൻ നമ്പറിംഗ് എ ജോ ഓർ ഗംസ്. ഓക്കെ സാധാരണ മറ്റേ രണ്ട് ഡോക്ടർമാരുണ്ടല്ലോ ഡെന്റിസ്റ്റുകൾ, അവരാണ് യൂസ് ചെയ്യുക ലോക്കൽ അനസ്തേഷ്യ. ഇപ്പൊ പല്ല് പറിക്കാനോ അല്ലെങ്കിൽ വല്ല റൂട്ട് കനാല് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോ അവരൊന്നില്ലെങ്കിൽ ആ മോണയിൽ ഒരു ഇഞ്ചക്ഷൻ ചെയ്യും അല്ലെ, ചിലവർ സ്പ്രേ ആയിരിക്കും ചെയ്യുക. അപ്പൊ എന്താവും അവിടെ മരവിക്കും, നമുക്ക് വേദന അറിയില്ല. പിന്നീടാണ് അവർ അവരുടെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ചെയ്യുന്നത് കേട്ടോ. വെൻ നമ്പറിംഗ് എ ജോ ഓർ ഗംസ്, ജോ എന്ന് വെച്ചാൽ നമ്മുടെ താടിയെല്ലാണ് കേട്ടോ, ഗംസ് അറിയാതെ മോണ. നമ്പറിംഗ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈ ഡെന്റിസ്റ്റുകൾ അവർക്കൊരു നമ്പറിംഗ് ചാർട്ട് ഉണ്ട്, അവരുടെ ടേംസ് ആണ് കേട്ടോ. അത് ഡോക്ടേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ചാർട്ടാണ്, അവരുടെ നമ്പറിംഗ് ഉണ്ട്. അവരുടെ ഓരോ പല്ലുകളെയൊക്കെ നമ്പർ ചെയ്തിട്ടാണ് അവർ പറയുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ നമ്പറിംഗ് അല്ല, അവർക്ക് വേറൊരു സിസ്റ്റം ആണ്, എനിക്കറിയില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കൊടുക്കുന്നത് ലോക്കൽ അനസ്തേഷ്യ ആണ് കേട്ടോ. ക്ലിയർ? അടുത്തത് എന്താണ്? റീജിയണൽ അനസ്തേഷ്യ. നിങ്ങൾക്ക് വായിക്കാം. റീജിയണൽ അനസ്തേഷ്യ നംസ് എ സ്പെസിഫിക് പോർഷൻ ഓഫ് ദ ബോഡി. എന്താണ് ദ വേർഡ് മീനിങ്? NUMBS നംസ് എന്ന് പറഞ്ഞാൽ മരവിപ്പിക്കുക കേട്ടോ. NUMBS നംസ് എന്ന് പറഞ്ഞാല് മരവിപ്പിക്കുക എന്നാണ് അർത്ഥം. അപ്പൊ എന്താണ്? നമ്മളുടെ ബോഡിയുടെ ആ ഒരു സർജറി ചെയ്യുന്ന ആ ഒരു റീജിയൻ അല്ലെ, ആ ഒരു സ്പെസിഫിക് പോർഷൻ എന്ത് ചെയ്യാണ്? മരവിപ്പിക്കുകയാണ്. ഓക്കെ സിസേറിയൻ സെക്ഷൻസ് നമ്മളിപ്പോ ഷംസിയൊക്കെ പറഞ്ഞല്ലേ ക്ലാസ്, നമുക്ക് മനസ്സിലായില്ലേ? സിസേറിയൻ സെക്ഷൻസ് ആർ ഡൺ വിത്ത് റീജിയണൽ അനസ്തേഷ്യ അല്ലെ. സിസേറിയൻ സെക്ഷൻ ചെയ്യുന്നത് എന്താണ്? റീജിയണൽ അനസ്തേഷ്യക്ക് എക്സാമ്പിൾ ആണ് കേട്ടോ. ഡ്യൂറിംഗ് ദ സർജറി ഇപ്പൊ മനസ്സിലായല്ലോ, 3 അനസ്തേഷ്യ പ്രൊസീജിയേഴ്സ് മനസ്സിലായല്ലോ. ഇനി എന്താ പറയുന്നത്? ഡ്യൂറിംഗ് ദ സർജറി ദ അനസ്തേഷ്യോളജിസ്റ്റ് വിൽ മോണിറ്റർ ദ പേഷ്യൻസ് ബ്ലഡ് പ്രഷർ, heart rhythm, temperature, level of consciousness and amount of oxygen in the blood. ഈ ഒരു സർജിക്കൽ പ്രൊസീജിയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ സമയത്ത് അനസ്തേഷ്യോളജിസ്റ്റ് എപ്പോഴും എന്താണ്? എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും അല്ലെ, പേഷ്യന്റിനെ എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. എന്തൊക്കെ കാര്യങ്ങൾ അവർ മോണിറ്റർ ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ ബ്ലഡ് പ്രഷർ നോർമൽ ആണോ, അതുപോലെ സ്പന്ദന നിരക്ക് അല്ലെ, ഹാർട്ട് റിതം, പിന്നെ ടെമ്പറേച്ചർ, അതുപോലെ തന്നെ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്, അവർക്ക് എത്രത്തോളം ബോധമുണ്ട്, അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലാണ് അവര് കോൺഷ്യസിലേക്ക് വരിക, അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമല്ലോ അവര്. ആൻഡ് എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇൻ ദ ബ്ലഡ്, അതുപോലെ തന്നെ നമ്മളെ ബ്ലഡിലുള്ള ഓക്സിജന്റെ ലെവൽ. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ സർജിക്കൽ പ്രൊസീജിയർ സമയത്ത് ഈ അനസ്തേഷ്യോളജിസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ടാവും? മോണിറ്റർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ ക്ലിയർ അല്ലേ? ആ ഒരു ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അനസ്തേഷ്യോളജി എന്താണെന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്തൊരു ഡിപ്പാർട്ട്മെന്റിലോട്ട് പോവാം. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ഡിപ്പാർട്ട്മെന്റ്സ് ആണ് കേട്ടോ. അടുത്ത എന്താണ്? ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് അഥവാ ഇന്റൻസീവ് കെയർ യൂണിറ്റ് കേട്ടോ. ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് അഥവാ CCU എന്ന് പറയും, അല്ലെങ്കിൽ എന്താണ്? ഇന്റൻസീവ് കെയർ യൂണിറ്റ് അഥവാ ICU കേട്ടോ. ICU എന്ന് പറയും, തീവ്ര പരിചരണ വിഭാഗം. ഓക്കെ അതെന്താണ് പറയുന്നത്? ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്സ് is a specialty that cares for patients with അക്യൂട്ട് ലൈഫ് ത്രെട്ടണിങ് ഇൽസ് അല്ലെ, വളരെ തീവ്രമായിട്ടുള്ള അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വന്ന ആളുകൾക്ക് അവർക്കൊരു ക്രിട്ടിക്കൽ കെയർ കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ തീവ്രമായിട്ടുള്ള ഒരു പരിചരണം അത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ICU അഥവാ നമ്മൾ എന്തെന്ന് പറയുന്നു? CCU എന്ന് പറയും കേട്ടോ. ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് അഥവാ ICU എന്ന് പറയും, ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയും. ഓക്കെ ഇനി എങ്ങനെയാണ് നമ്മൾ ആ ക്രിട്ടിക്കൽ കെയർ അല്ലെ, ഒരു തീവ്ര പരിചരണം അതിൽ നമ്മൾ എങ്ങനെയാണ് അവർക്ക് കൊടുക്കുന്നത്? അതാണ് ഇവിടെ പറയുന്നത്. ദ ക്രിട്ടിക്കൽ കെയർ ഇസ് ഡെലിവേർഡ് ത്രൂ എ ഹൈലി സ്പെഷ്യലൈസ്ഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ആൾസോ നോൺ ആസ് ഇന്റൻസീവ് ട്രീറ്റ്മെന്റ് യൂണിറ്റ് അഥവാ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്. ഓക്കെ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് അഥവാ ഇന്റൻസീവ് ട്രീറ്റ്മെന്റ് യൂണിറ്റ് എന്നറിയപ്പെടുന്ന ഇന്റൻസീവ് കെയർ യൂണിറ്റിലൂടെയാണ്, വളരെ ഹൈലി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഇന്റൻസീവ് കെയർ യൂണിറ്റിലൂടെയാണ് നമ്മളൊരു ക്രിട്ടിക്കൽ കെയർ ആർക്ക് കൊടുക്കുന്നത്? പേഷ്യൻസിന് കൊടുക്കുന്നത്. ഈ പറഞ്ഞതിനൊക്കെ തിരിച്ചും മറച്ചൊക്കെ തന്നെയാണ് കേട്ടോ ഇവര് പറയുന്നത്. അടുത്തത് എന്താണ്? The patients are usually transferred to ICU after the initial stabilization at the emergency room, operation theatre or recovery room. Okay. എപ്പോഴാണ് നമ്മൾ സാധാരണ ICUലേക്ക് പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യുക?
ആഫ്റ്റർ ദ ഇനീഷ്യൽ സ്റ്റെബിലൈസേഷൻ അല്ലെ. എവിടെ നോക്കാം? എമർജൻസി റൂം. എമർജൻസി റൂം എന്ന് പറഞ്ഞാൽ എന്താണ്? കാഷ്വാലിറ്റി ആണ് അല്ലെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അത്യാഹിത വിഭാഗം അല്ലെ. കാഷ്വാലിറ്റിയിൽ നിന്നും അതുപോലെ ഓപ്പറേഷൻ തിയേറ്റർ അല്ലെ. ഈ പറഞ്ഞ സർജറി കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിന് നമ്മൾ പിന്നെ നേരിട്ട് റൂമിലേക്കാണോ മാറ്റാം, അല്ലെങ്കിൽ വാർഡിലേക്കാണോ ഓടിപ്പോയി മാറ്റാം? അല്ല, അവരെ പിന്നെ ഇങ്ങോട്ടേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാം, ICUലോട്ട് ഷിഫ്റ്റ് ചെയ്യും അല്ലെ. അവർക്ക് എന്ത് വേണം? സ്പെഷ്യൽ കെയർ കൊടുക്കണം കുറച്ച് ദിവസത്തേക്ക് അല്ലെ. അതിന് വേണ്ടിയിട്ട്. അതുപോലെ റിക്കവറി റൂം. റിക്കവറി റൂം എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ റൂം തന്നെയാണ്. ഈ ഓപ്പറേഷൻ തിയേറ്ററിനോടൊക്കെ ചേർന്ന് കാണുന്ന ഒരു റൂമാണ് കേട്ടോ, റിക്കവറി റൂം. അതായത് സാധാരണയായിട്ട് ഈ സർജറി കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിന്, അതുപോലെ തന്നെ ഈ സെഡേഷൻ, ഈ അനസ്തേഷ്യ ഒക്കെ കൊടുത്തിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ഇല്ല, അവരെയൊക്കെ പ്ലേസ് ചെയ്യാനായിട്ട് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു റൂമാണ്. അത് സാധാരണ ഓപ്പറേഷൻ തിയേറ്ററിനോട് ചേർന്നിട്ടായിരിക്കും ഉണ്ടായിരിക്കാം. അതാണ് റിക്കവറി റൂം എന്ന് പറയുന്നത്. അതെ പോസ്റ്റ് ഓപ്പറേറ്റീവ് ഓക്കെ ഒബ്സർവേഷൻ റൂം. അതെ, ഈ സർജിക്കൽ പ്രൊസീജിയർ ഒക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിനു മുമ്പോ ഒക്കെ നമ്മൾ കയറ്റുന്ന റൂമാണ് റിക്കവറി റൂം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നിന്നുമൊക്കെ ഒരു ഇനീഷ്യൽ സ്റ്റെബിലൈസേഷൻ അല്ലെങ്കിൽ ഒരു പ്രൈമറി സ്റ്റെബിലൈസേഷൻ അല്ലെ, അതായത് ഒരു പ്രാഥമിക സ്ഥിരതയ്ക്ക് ശേഷം അല്ലെങ്കിൽ സ്റ്റേബിൾ ആക്കിയതിനു ശേഷം ആ ഒരു പേഷ്യന്റിന്റെ കണ്ടീഷൻ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ ആ പേഷ്യൻസിനെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുക, ICUലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അതാണ് കേട്ടോ പറയുന്നത്. പേഷ്യൻസ് ആർ യൂഷ്വലി ട്രാൻസ്ഫേർഡ് ടു ICU ആഫ്റ്റർ ദ ഇനീഷ്യൽ സ്റ്റെബിലൈസേഷൻ അറ്റ് ദ എമർജൻസി റൂം, ഓപ്പറേഷൻ തിയേറ്റർ ഓർ റിക്കവറി റൂം. ക്ലിയർ? ഓക്കെ. ഇനി എന്താ പറയുന്നത്? സർട്ടൈൻ പേഷ്യൻസ് നീഡ് ടു ബി ഐസോലേറ്റഡ് ആൻഡ് നീഡ് ക്ലോസ് ആൻഡ് ഇൻഡിവിജ്വൽ മെഡിക്കൽ അറ്റൻഷൻ. ശരിയാണല്ലേ? അതായത് നമ്മൾക്ക് ഈ ഐസൊലേഷൻ എന്ന് പറഞ്ഞ വാക്ക് നമുക്ക് വളരെ ഫെമിലിയർ ആയി. കാര്യം കോവിഡ് വന്നപ്പോഴൊക്കെ നമ്മൾ ഈ വാക്ക് ഇഷ്ടം പോലെ യൂസ് ചെയ്തതാണ് അല്ലെ. എന്താണ് ഈ പറഞ്ഞോളും ചില പേഷ്യൻസിനെ നമുക്ക് ഐസൊലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. ഇൻഫെക്ടിയസ് ഡിസീസസ് ഒക്കെ വരാണ്ടിരിക്കാനായിട്ട് അവരെ മാത്രമായിട്ട് ഐസൊലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പൊ സർജറി, മേജർ സർജറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവരോടനെ തന്നെ നമുക്ക് സന്ദർശകരെ കാണാൻ അനുവദിക്കും? ഇല്ല അല്ലെ. അവരോടനെ തന്നെ ICUലേക്ക് മാറ്റും. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും നമുക്ക് അവരെ പുറത്തേക്കൊന്നും കാണാൻ. വേണമെങ്കിൽ നമുക്ക് പുറത്ത് നിന്ന് അവരെ വേണമെങ്കിൽ കാണാം അല്ലെ. അല്ലാതെ അവരുടെ അടുത്തേക്കൊന്നും അവരെ നമ്മൾ വിടില്ല. കാര്യം എന്താണ്? പെട്ടെന്ന് ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട് ആ സമയത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ ചില രോഗികളെ നമുക്ക് ഐസൊലേറ്റ് ചെയ്യേണ്ടി വരും അല്ലെ. ഐസൊലേറ്റ് ചെയ്യേണ്ടി വരും. ഇനി മറ്റു ചില രോഗികൾക്കാവട്ടെ ചിലപ്പോൾ ഒരു വ്യക്തിഗതമായിട്ടുള്ള ഒരു മെഡിക്കൽ അറ്റൻഷൻ കൊടുക്കേണ്ട പേഷ്യൻസ് ഉണ്ട് അല്ലെ. പ്രത്യേകമായിട്ട് അവർക്ക് ഒരു പേഴ്സണൽ എന്താ പറയാ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട അല്ലെങ്കിൽ അങ്ങനെ വൈദ്യസഹായം കൊടുക്കേണ്ട ആളുകളുണ്ടായിരിക്കും. അപ്പൊ അവരെയൊക്കെയാണ് സാധാരണ നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്യാം, ICUലേക്ക് വിടാം. ഓക്കെ. ഇനി എന്താ പറയുന്നത്? ദ ICU ഹാസ് വെരി ഫ്യൂ ബെഡ്സ് ആൻഡ് ഈസ് യൂഷ്വലി ഹാൻഡിൽഡ് ബൈ specialist doctors and nurses as well as consultant anesthetics, physiotherapists and dietitians. അപ്പൊ നോക്കി ഈ ICU എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, അതെന്ന് പറഞ്ഞൊരു വലിയൊരു ടീമാണ് അല്ലെ അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. എന്തൊക്കെയുണ്ട്, ആരൊക്കെ ഉണ്ടായിരിക്കും അതിനകത്ത്? നോക്കിക്കേ, അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞില്ലല്ലോ, ICU ഹാസ് വെരി ഫ്യൂ ബെഡ്സ് അല്ലെ. ICUവിൽ വളരെ കുറച്ച് ബെഡുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ. കുറച്ച് ബെഡല്ലേ ഉണ്ടാവുള്ളൂ, ഒത്തിരി ഉണ്ടാവോ? ഇല്ല. കാര്യം അത്രയും ഇന്റൻസീവ് കെയർ കൊടുക്കേണ്ട ആളുകൾ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ ബെഡ്സ് കുറവായിരിക്കും. പിന്നെന്താണ്, സാധാരണ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾ ആരൊക്കെ എന്താ പറഞ്ഞത്? സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും, നഴ്സുമാരുണ്ടായിരിക്കും, അതുപോലെ തന്നെ കൺസൾട്ടന്റ് അനസ്തെറ്റിക്സ് ഉണ്ടായിരിക്കും, ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ടായിരിക്കും, ഡയറ്റീഷ്യൻസ് ഉണ്ടായിരിക്കും അല്ലെ. അവർക്ക് വേണ്ട ഒരു ഭക്ഷണക്രമം സജസ്റ്റ് ചെയ്യാനായിട്ട് ഡയറ്റീഷ്യൻസ് ഉണ്ടായിരിക്കും, ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ടായിരിക്കും. അങ്ങനെ ഈ പറഞ്ഞ ഇവരുടെ ഒരു വലിയൊരു ടീമിന്റെ സേവനങ്ങള് നൽകുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത് ഈ പറഞ്ഞ ടീമുകളാണ്. ഓക്കെ. ഈ പറഞ്ഞ ആൾക്കാരുടെ ഒരു വലിയ ടീമാണ്. ഓക്കെ. ഇപ്പൊ മനസ്സിലായല്ലോ? അത്രേ ഉള്ളൂ എന്ത് ICU എന്ന് പറയുന്നത്. ഓക്കെ. ICU എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ കേട്ടോ. ക്ലിയർ ആണല്ലോ? നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞത്. ഓക്കെ. ഇനി അടുത്തത് എന്താണ്? നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് പോവാം. അടുത്തത് എന്താണ്? ഡെർമറ്റോളജി. എന്താണ്? ഡെർമറ്റോളജി. നമ്മൾ അറിയാം, നമ്മൾ നേരത്തെ തുടക്കമേ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു അല്ലെ. ഡെർമറ്റോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ സ്കിന്ന്, അതെ ശുചിത, സ്കിന്ന് മാത്രമല്ല കേട്ടോ, ഹെയർ ഉണ്ട്, നെയിലുണ്ട്, ഇവയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രോഗാവസ്ഥയോ അല്ലെങ്കിൽ രോഗനിർണയം അതിന്റെ ചികിത്സയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഡെർമറ്റോളജി എന്ന് പറയുന്നത്. ഈ ഡെർമറ്റോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ സ്കിന്നാണല്ലോ പ്രധാനമായിട്ടും പറയാം. ഹെയറും നെയിലൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ സ്കിന്നിലായി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ സ്കിൻ ഡിസീസ് മാത്രമല്ല,
ചില സ്കിൻ ഡിസീസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളില് ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളുടെ ഭാഗമായിട്ട് മറ്റെന്തെങ്കിലും സിംറ്റംസ് ഒക്കെ സ്കിന്നിനകത്ത് കാണിക്കും. ഏതെങ്കിലും ഇത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസോ എന്തെങ്കിലും ചിലപ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ എന്തെങ്കിലും രോഗം ഉണ്ടാവും. അതിന്റെ സിംറ്റംസ് ആയിരിക്കാം, ലക്ഷണങ്ങളായിരിക്കാം ഒരുപക്ഷെ സ്കിന്നിൽ കാണിക്കുന്നുണ്ടാവാം. അപ്പൊ അതൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ടും ആർക്ക് പറ്റും? ഡെർമറ്റോളജിസ്റ്റിന് പറ്റും. ഓക്കെ, അപ്പൊ നോക്കിയേ, ഡെർമറ്റോളജി എന്താ നമുക്കൊന്ന് വായിക്കാം. ഡെർമറ്റോളജി ഇസ് ദ സയൻസ് that deals with the diagnosis and treatment of diseases of the skin, hair and nails. നമ്മൾ പറഞ്ഞ കാര്യമാണ് അല്ലെ, സ്കിന്ന്, ഹെയർ, നെയിൽസ് ഇവയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രോഗവും അതുപോലെ രോഗനിർണയമൊക്കെ ആയിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഡെർമറ്റോളജി എന്ന് പറയുന്നത്. ഇറ്റ് ഓഫേഴ്സ് the specialized treatment for all clinical general dermatological problems, including disorders of the skin, hair and nail and venereal diseases. അല്ലെ, എന്താണ് അവിടെ പറയുന്നത്? അത് നമ്മൾ തുടക്കം പറഞ്ഞ പോയിന്റ് ഇല്ലേ, അത് തന്നെയാണ് ഇവരൊന്നും കൂടെ കുറച്ചുകൂടെ ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് പറയുന്നത് മാത്രം. എന്താണ്? നമ്മുടെ സ്കിന്ന്, ഹെയർ, അതുപോലെ നഖം, പിന്നെന്താണ് വെനേറിയൽ ഡിസീസസ് എന്ന് പറഞ്ഞാല് ലൈംഗിക രോഗങ്ങളാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇത്തരം അതെ കറക്റ്റ് ആണ് കേട്ടോ പൂച്ച. അപ്പൊ അത്തരം രോഗങ്ങളുമായിട്ട് അല്ലെങ്കിൽ അവയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ അല്ലെങ്കിൽ രോഗങ്ങളെ എല്ലാം ട്രീറ്റ് ചെയ്യുന്ന, പ്രത്യേകമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഡെർമറ്റോളജി എന്ന് പറയുന്നത്. കേട്ടല്ലോ? ഇറ്റ് ഓഫേഴ്സ് ദ സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെന്റ് ഫോർ ഓൾ ദ ക്ലിനിക്കൽ ജനറൽ ഡെർമറ്റോളജിക്കൽ പ്രോബ്ലംസ്. ഈ പറഞ്ഞ സ്കിന്നും ഹെയറും നെയിലും വെനേറിയൽ ഡിസീസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ആൻഡ് ആൾസോ അഡ്വാൻസ്ഡ് കോസ്മെറ്റിക്സ് ഡെർമറ്റോളജി സർവീസസ് for the management of problems like acne, scars, pigmentation, vitiligo, hair loss or hair fall, unwanted hair, moles, warts, wrinkling and aging skin. അപ്പൊ നോക്കിയേ, എന്തെല്ലാം പ്രശ്നങ്ങളെ അവർ ഡീൽ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ ആക്നെ എന്ന് വെച്ചാൽ എന്താണ്? മുഖക്കുരു ആണ് അല്ലെ. നമ്മൾ കണ്ടിട്ടില്ലേ, മറ്റേ ഫേസ് വാഷിന്റെ ഒക്കെ പരസ്യത്തിൽ പറയാറുണ്ട് ആക്നെ അല്ലെ, മുഖക്കുരു. അതുപോലെ തന്നെ സ്കാർ എന്താണ്? പാടുകൾ അല്ലെ, മുഖത്തൊക്കെ ഉണ്ടാകുന്ന പാടുകള്, ശരീരത്തിൽ ഉണ്ടാകുന്ന പാടുകള്. പിന്നെന്താണ്? പിഗ്മെന്റേഷൻസ് അല്ലെ. നമ്മുടെ സ്കിന്നിന് ഈ പറഞ്ഞ കളർ കൊടുക്കുന്ന ഒരു പിഗ്മെന്റ് ആണ് മെലാനിൻ എന്ന് പറയുന്നത് കേട്ടോ. മെലാനിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ആണ് നമ്മുടെ സ്കിന്നിന് കളർ കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു മെലാനിൻ എന്ന് പറയുന്ന പിഗ്മെന്റിൽ ഉണ്ടാകുന്ന ചില ഡിഫക്റ്റുകൾ അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന ചില വാരിയേഷൻസോ അതൊക്കെ കാരണം കൊണ്ട് സ്കിന്നിൽ എന്ത് സംഭവിക്കാം? പിഗ്മെന്റേഷൻ പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ അതിന് ചികിത്സിക്കും. പിന്നെന്താണ്? വിറ്റിലിഗോ എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളപ്പാണ്ട്. അതെ പൂച്ച കറക്റ്റ് ആണ്, വെള്ളപ്പാണ്ട് കേട്ടോ, വെള്ളപ്പാണ്ട്. പിന്നെന്താണ്? ഹെയർ ലോസ് ഓർ ഹെയർ ഫോൾ അല്ലെ, ഈ പറഞ്ഞ മുടി കൊഴിച്ചില്. പിന്നെന്താണ്? അൺവാണ്ടഡ് ഹെയർ അല്ലെ, അനാവശ്യ രോമങ്ങള്. പിന്നെന്താണ്? മോൾസ് എന്താണ്? മറുകുകള് അല്ലെ, മറുകുകള്. പിന്നെ അതെ ശ്രുതിക കറക്റ്റ് ആണ് കേട്ടോ, മറുക്. അതെ, വാട്സ് എന്ന് പറഞ്ഞാല് ഈ അരിമ്പാറ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അരിമ്പാറ മുഖത്തൊക്കെ ഉണ്ടാവും, ചിലപ്പോ കഴുത്തിൽ ശരീരത്തിന്റെ ഭാഗത്തൊക്കെ കാണാം. വാട്സ്, അതെ അരിമ്പാറ. പിന്നെന്താണ്? റിംഗ്ലിംഗ് എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ തൊലി ചുളിയ അല്ലെ, അങ്ങനത്തെ അവസ്ഥകള്. പിന്നെന്താണ്? ആൻഡ് ഏജിങ് സ്കിന്ന് അല്ലെ, ഈ പറഞ്ഞ പോലെ സ്കിന്ന് ഏജ് ആവാം അല്ലെ, കൂടുതൽ പ്രായം തോന്നിക്കുന്ന രീതിയിൽ സ്കിന്ന് വരിക. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാവിധ പ്രശ്നങ്ങളെയും മാനേജ് ചെയ്യാനുള്ള വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വിപുലമായിട്ടുള്ള കോസ്മെറ്റിക്സ് ഡെർമറ്റോളജി സർവീസസുകളെല്ലാം തന്നെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, ഇറ്റ് ആൾസോ അഡ്വാൻസ്ഡ് കോസ്മെറ്റിക്സ് dermatology services for the management of problems like acne, scars, pigmentation, vitiligo, hair loss or hair fall, unwanted hair, moles, warts, wrinkling and aging skin. അല്ലെ, ഇന്നിപ്പോ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അല്ലെ. പ്രധാനമായി പറഞ്ഞോണം മുഖത്ത് അരിമ്പാറ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു അഭംഗിയാണ് അല്ലെ അതൊക്കെ. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ റിമൂവ് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. പിന്നെന്താണ്? വളരെ എക്സ്പെൻസീവ് ആണെന്ന് മാത്രം അല്ലെ. ഡെർമറ്റോളജിക്ക് ഇപ്പൊ കുറെ കൂടെ എന്താ പറയുക, സ്കിന്നൊക്കെ നന്നായിട്ട് ഇരിക്കാനും പാടുകളൊന്നും ഇല്ലാണ്ടിരിക്കാനും അല്ലെ, അതിനൊക്കെ ആയിട്ട് എല്ലാവിധ ടെക്നിക്കുകളും കാര്യങ്ങളും ഇന്ന് ഒത്തിരി ഉണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റിനകത്താണ് കേട്ടോ വരുന്നത്, ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെന്റിനകത്താണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ബോറടിക്കുന്നുണ്ടോ?
മടുത്ത് തുടങ്ങിയോ ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുമ്പോ? ഓക്കെ, ഡെർമറ്റോളജി നമ്മുടെ കഴിഞ്ഞു കേട്ടോ. പിന്നെ എന്താണ്, നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റിലോട്ട് നമുക്ക് പോവാം. ഓക്കെ ഷിജിന. സാധാരണ ഞാനും ഈ പഠിച്ചിരുന്ന സമയത്തൊക്കെ ഉച്ചയ്ക്ക് ശേഷം നല്ല ഉറക്കം വരും, ഭയങ്കര ബോറടി തോന്നും. പഠിക്കുന്ന സമയം എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. പഠിക്കുന്ന സമയമാണ് നമുക്ക് ഭയങ്കര ബോറടി ഒക്കെ തോന്നും, സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത്. പിന്നെ കുറെയൊക്കെ വലുതായി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആ കാലമായിരുന്നു നല്ല കാലം, പിന്നീട് മനസ്സിലായി. അപ്പോഴൊക്കെ ഭയങ്കര ബോറടിയായിരുന്നു, ഈ പഠിക്കാനുണ്ടായിരുന്നില്ല. ഒരു ദിവസം ഒരു അവധി കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിച്ച സമയമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇഷ്ടമല്ലായിരുന്നു സ്കൂളിലൊക്കെ പോകാൻ, എനിക്ക് ഭയങ്കര മടിയൊക്കെയായിരുന്നു. പിന്നെ എന്താണ്, പിന്നെ കുറെ കാലമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേ ആ ഒരു കാലമാണ് നല്ലതെന്ന് മനസ്സിലാവും. കുറെ നമ്മുടെ ലൈഫിലൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോ നമുക്ക് മനസ്സിലാവും ഈ ഒരു കാലമാണ് നല്ലത്. അതെ അതെ, ഞാൻ മാരീഡാണ്. ഓക്കെ, അപ്പോ നമുക്ക് ആ ഒരു കാലമാണ് ഏറ്റവും നല്ല സമയം എന്നുള്ളത് ഇപ്പൊ എനിക്ക് മനസ്സിലായി. പഠിക്കുന്ന കാലമാണ് എന്നുള്ളത്. നമുക്കിപ്പോ ലൈഫിലോട്ടൊക്കെ വരുമ്പോ ഒരുപാട് എന്താ പറയാ ഇഷ്യൂസ് ഒക്കെ വരുമ്പോഴേ ലൈഫിൽ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാൻ കുറച്ച് പാടാ അല്ലെ. പക്ഷെ നമുക്ക് അതൊക്കെ വരുമ്പോഴാണ് ഇതൊക്കെ നിസ്സാരമാണെന്ന് നമുക്ക് തോന്നിപ്പോണേ. ഇതൊക്കെ പഠിക്കലും ഇപ്പൊ നിങ്ങളെ പോലുള്ളവരൊക്കെ ഇങ്ങനെയൊക്കെ കോഴ്സ് ചെയ്യുന്നവരും ഒക്കെ അല്ലെ, ആ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അല്ലെ. ശരിക്കും ആ ഒരു ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ് അല്ലെ നമ്മളൊരു ജോലി വേണം, അതിനു വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ അത് വല്ലാത്തൊരു ഇഫക്റ്റാണ്. അങ്ങനെ പഠിക്കാൻ വേണ്ടി പഠിക്കുമ്പോഴല്ല, നമ്മൾക്ക് പ്രശ്നങ്ങൾ വന്നിട്ട് നമ്മൾ പഠിച്ചു നോക്കി ശരിക്കും നമ്മളെ പഠിക്കുന്നത് ശരിക്കും ആയിരിക്കും എന്ന് വെച്ചാൽ നമുക്ക് കിട്ടും. നമ്മള് കഷ്ടപ്പെടും ആ സമയത്ത്. അപ്പൊ ഞാനിങ്ങനെ ഈ ബോറഡിയുടെ കാര്യങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ആ സമയത്തൊക്കെ ഇല്ലായിരുന്നു, പക്ഷെ അങ്ങനെ തോന്നാറില്ല. ഇപ്പൊ ഇതൊക്കെ വായിക്കുമ്പോഴാണ്, ഇങ്ങനെയൊക്കെ ഇൻവോൾവ് ചെയ്യുമ്പോഴാണ് പലതും നമുക്ക് മറക്കാൻ പറ്റുന്നത്, പല വിഷമങ്ങളും നമ്മൾ മാറുന്നത് ആ സമയത്ത്. ഓക്കെ, അപ്പൊ ഞാൻ വെറുതെ പറഞ്ഞുള്ളൂ. ഓക്കെ, എന്താണ് ഈ ജോബിന് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നില്ല കേട്ടോ, നമ്മൾ ഇതിന്റെ ഔട്ട്ലൈൻ മാത്രമേ പഠിക്കുന്നുള്ളൂ. ഇല്ലേ, നമ്മൾ പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഇതിനാണ് ചെയ്യുന്നത് മാത്രമല്ലേ നമ്മൾ പഠിക്കുന്നത്, അത്രയും മതി. ആ ഒരു പഠനം മതി കേട്ടോ, നമ്മൾ ഡീപ്പായിട്ടൊന്നും പഠിക്കുന്നില്ല. ഇതിലിപ്പോ ഡീറ്റെയിൽസ് എന്ന് പറയാനേ ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും ഇതിനകത്ത് പറയുന്നില്ല. ശരിക്കും പറഞ്ഞ ഒരേ കാര്യം തന്നെ തിരിച്ചു മറച്ചൊക്കെ തന്നെയാണ് ഇവർ ഇതിൽ പറയുന്നത്. എനിക്ക് അങ്ങനെയാണ് ഈ സെന്റൻസ് വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്. ഇന്ന ഡിപ്പാർട്ട്മെന്റ് ഇന്നതിനാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക, അത്രേ ഉള്ളൂ. കൂടുതൽ ഡീപ്പായിട്ടൊന്നും പഠിക്കേണ്ട കോഴ്സ് തന്നെയല്ല. ഓക്കെ, അപ്പോ കുഴപ്പമൊന്നുമില്ല, നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് അടുത്ത ഡിപ്പാർട്ട്മെന്റും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. എന്താണ് ഇയേഴ്സ്, നോസ് ആൻഡ് ത്രോട്ട് കേട്ടോ. ENT എന്നാണ് പറയുന്നത്, ENT. ഓക്കെ, അപ്പൊ പേര് പോലെ തന്നെ അല്ലെ, എന്തായിരിക്കും? ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, ദിസ് ഡിപ്പാർട്ട്മെന്റ് ഡീൽസ് വിത്ത് എയിൽമെന്റ്സ് കൺസേൺഡ് വിത്ത് ഇയർ, നോസ് ആൻഡ് ത്രോട്ട് അല്ലെ. അപ്പൊ എന്താണ് പറയുന്നത്? ആ ഒരു പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്തൊക്കെയായിട്ടാണ് ഡീൽ ചെയ്യുന്നത്? എയിൽമെന്റ്സ് കേട്ടോ. എയിൽമെന്റ്സ് എന്ന് പറഞ്ഞ പുതിയ വാക്ക് നമ്മൾ പഠിച്ചതാണ് കേട്ടോ. എയിൽമെന്റ് എന്ന് പറഞ്ഞാൽ രോഗം കേട്ടോ, അസുഖം അല്ലെങ്കിൽ രോഗം എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ എയിൽമെന്റ്സ് കൺസേൺഡ് വിത്ത് ഇയർ, നോസ് ആൻഡ് ത്രോട്ട് അല്ലെ. നമ്മുടെ ചെവി, അതുപോലെ നോസ്, ത്രോട്ട് ഇവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട അസുഖങ്ങളെ ഡീൽ ചെയ്യുന്ന, കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ENT എന്ന് പറയുന്നത്. ഓക്കെ, എ ഡോക്ടർ ഹു ഈസ് ട്രെയിൻഡ് ഇൻ ദ മെഡിക്കൽ ആൻഡ് സർജിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ദ ഇയേഴ്സ്, നോസ്, ത്രോട്ട് ആൻഡ് റിലേറ്റഡ് സ്ട്രക്ചേഴ്സ് ഓഫ് ദ ഹെഡ് and neck is generally referred to an ENT surgeon or ENT specialist. അതോ അല്ലെങ്കിൽ എന്ത് പറയുന്നറിയോ? ഓട്ടോലാരിങ്കോളജിസ്റ്റ് എന്ന് പറയും കേട്ടോ. ഓട്ടോലാരിങ്കോളജിസ്റ്റ്, അങ്ങനെയുള്ള വലിയ കടുകട്ടി വാക്കൊന്നും നമ്മൾ പറയണ്ട, നമ്മൾക്ക് ENT എന്ന് പറഞ്ഞാൽ മതി. എന്തിനാണ് ഇത്ര വലിയ വാക്കൊക്കെ പറയുന്നത്? പക്ഷെ അങ്ങനെയും പറയൂ കേട്ടോ, അതൊന്ന് ആലോചിച്ച് വെക്കണേ. അതായത് നമ്മളുടെ നോസ്, ത്രോട്ട്, പിന്നെന്താണ് നമ്മളുടെ ഈ പറഞ്ഞ ഇയർ അല്ലെ, ചെവി, പിന്നെന്താണ് പറയുന്നത്? ഹെഡ് ആൻഡ് നെക്ക് അല്ലെ, നമ്മുടെ തല, കഴുത്ത്, അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങള്, അവയുടെയൊക്കെ മെഡിക്കൽ അല്ലെ, ഈ പറഞ്ഞ വൈദ്യ ചികിത്സയും അതുപോലെ തന്നെ സർജിക്കൽ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നതിൽ പരിശീലനം നേടിയിട്ടുള്ള ആളുകളെ, പരിശീലനം നേടിയിട്ടുള്ള വിദഗ്ധരായിട്ടുള്ള ഡോക്ടേഴ്സിനെ നമ്മൾ എന്താ പറയാ?
ENT എന്നാണ് പറയുക അല്ലെ. ENT സ്പെഷ്യലിസ്റ്റ് അഥവാ ENT സർജൻ അഥവാ ഓട്ടോലാരിങ്കോളജിസ്റ്റ് എന്നാണ് കേട്ടോ പറയാം. ഓക്കെ, ഓട്ടോളജി എന്ന് പറയുന്ന വേർഡ് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഇയർ ആണ് കേട്ടോ. ചെവിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കാണ് ഓട്ടോളജി എന്ന് പറയുന്നത്. ഓക്കെ, ലാരിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ഈ ത്രോട്ടിനകത്തുള്ള ഈ പറഞ്ഞ വോക്കൽ കോഡ്സ് ഒക്കെ ഉള്ള ഭാഗമാണ് കേട്ടോ ലാരിങ്സ് എന്ന് പറയുന്നത്. അത് ഈ പറഞ്ഞ വോക്കൽ കോഡ്സ് മാത്രമല്ല, അത് നമ്മൾ ബ്രീത്ത് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണം വിഴുങ്ങാനും ഒക്കെ സഹായിക്കുന്ന ത്രോട്ടിന്റെ ഒരു ഭാഗമാണ് കേട്ടോ ലാരിങ്സ് എന്ന് പറയുന്നത്. നമ്മുടെ സൗണ്ട് ഒക്കെ വരുന്നില്ലേ, അസ്വന തന്തുക്കളൊക്കെ ഇരിക്കുന്ന ഭാഗം, അതാണ് ലാരിങ്സ് എന്ന് പറയുന്നത്. ഓട്ടോ ലാരിങ്കോളജിസ്റ്റ് എന്നും അവര് പറയാറുണ്ട്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് നോക്കിയേ, നെക്സ്റ്റ് എന്താ പറഞ്ഞത്? ഈ പറഞ്ഞ കാര്യം തന്നെയാണ് അവിടെയും പറയുന്നത്, വേറൊരു രീതിയിലാണെന്ന് മാത്രം. The parts covered under this specialty includes ears, nose and nasal passages, sinuses, ലാരിങ്സ്. ലാരിങ്സിന് നമ്മൾ വേറൊരു പേര് പറയും വോയിസ് ബോക്സ് കേട്ടോ. നമ്മുടെ ലാരിങ്സ് എന്ന് പറഞ്ഞാല് വോയിസ് ബോക്സ് ആണ്, നമ്മുടെ ശബ്ദം വരുന്ന ഭാഗമാണ് കേട്ടോ ത്രോട്ടിനകത്ത്. പിന്നെ ഓറൽ കാവിറ്റി ആൻഡ് മൗത്ത് ആൻഡ് ത്രോട്ട് ആസ് വെൽ ആസ് ദ സ്ട്രക്ചേഴ്സ് ഓഫ് ദ നെക്ക് ആൻഡ് ഫേസ്. ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെയല്ലേ ഇവിടെ പറയുന്നത്. അതായത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ഭാഗങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞ ഇയേഴ്സ് വരുന്നു, നോസ് വരുന്നു, നേസൽ പാസേജസ് അല്ലെ, അതുപോലെ സൈനസസ്. സൈനസസ് അറിയാലോ, സൈനസൈറ്റിസ് ഒക്കെ കേട്ടിട്ടില്ലേ നിങ്ങള്? നമ്മുടെ ഈ പറഞ്ഞ എന്താ പറയാ സ്കള്ളിന്റെയും പിന്നെ നമ്മുടെ ഈ പറഞ്ഞ എന്താ പറയാ ചെസ്റ്റ് ബോൺസിനൊക്കെ പറഞ്ഞ മൂക്കുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു ഭാഗമാണ് കേട്ടോ സൈനസസ് എന്ന് പറയുന്നത്. പിന്നെന്താണ് ലാരിങ്സ്. ലാരിങ്സ് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ത്രോട്ടിൽ വോക്കൽ കോഡ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഭാഗമാണ് ലാരിങ്സ് എന്ന് പറയുന്നത്. വോയിസ് ബോക്സ് എന്ന് പറയും കേട്ടോ. പിന്നെന്താണ് ഓറൽ കാവിറ്റി ആൻഡ് മൗത്ത്, അതായത് നമ്മുടെ വായയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ ത്രോട്ട്, തൊണ്ട, ആസ് വെൽ ആസ് ദ സ്ട്രക്ചർ ഓഫ് ദ നെക്ക് ആൻഡ് ഫേസ്. ഇതെല്ലാം ഇതിന്റെ ചികിത്സയൊക്കെ എല്ലാം തന്നെ ഉൾപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത് ENT എന്ന് പറയുന്നത് കേട്ടോ, ENT ഡിപ്പാർട്ട്മെന്റ്. ഇനി പറയുന്നു ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ട്രീറ്റ്മെന്റ് ഓഫ് എ വെറൈറ്റി ഓഫ് എയിൽമെന്റ് ലൈക്ക്. ഈ ഒരു ഡിപ്പാർട്ട്മെന്റില് താഴെ പറയുന്ന ഈ പറഞ്ഞ എല്ലാ രോഗങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ഈ പറഞ്ഞ എല്ലാ രോഗങ്ങളുടെയും ചികിത്സ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ രോഗങ്ങളാണെന്ന് നോക്കിയേ. ജനറൽ ഇയർ, നോസ് ആൻഡ് ത്രോട്ട് ഡിസീസസ് അല്ലെ. പൊതുവായിട്ടുള്ള ഇയർ, നോസ് ആൻഡ് ത്രോട്ട് ഡിസീസസ് അല്ലെ. നമ്മുടെ ചെവി അതുപോലെ നോസ് ത്രോട്ടിനെയൊക്കെ ബാധിക്കുന്ന അസുഖങ്ങൾ. ഇപ്പൊ നമുക്കറിയാം സൈനസൈറ്റിസ്, പിന്നെ ടോൺസിലൈറ്റിസ്, പിന്നെ നമുക്കറിയാം നോസ് ബ്ലീഡിങ്, ചിലർക്ക് മൂക്കിൽ ബ്ലഡ് വരിക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ. പിന്നെന്താണ് നമ്മുടെ മൂക്കിൽ ദശ വരിക അല്ലെ. ദശ വരുമ്പോഴേക്ക് നമുക്ക് ശ്വാസം എടുക്കാനും അതുപോലെ ഇടയ്ക്കിടയ്ക്ക് കോൾഡ് വരിക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. എന്താണ് പറഞ്ഞത്? തൈറോയിഡ്, ഷിജിന. തൈറോയിഡ് വേറൊരു വിഭാഗത്തിലാണ് കേട്ടോ ഷിജിന വരുന്നത്. തൈറോയിഡ് വരുന്നത് എൻഡോക്രൈനോളജിയിലാണ് കേട്ടോ. ഈ തൈറോയിഡ് എന്ന് പറയുന്ന ഗ്ലാൻഡ് സ്ഥിതി ചെയ്യുന്നത് ത്രോട്ടിനകത്താണ്, പക്ഷെ അത് വേറൊരു ഡിപ്പാർട്ട്മെന്റിനകത്താണ് വരുന്നത് കേട്ടോ. ഓക്കെ, ത്രോട്ട് ഡിസീസസ് അതൊക്കെ വരുന്നുണ്ട്. പിന്നെന്താണ് നെക്ക് ലംസ്. നെക്ക് ലംസ്, ലംസ് എന്ന് പറഞ്ഞാൽ അതേപൂജ മുഴകളാണ് കേട്ടോ. മുഴകൾ, ഈ കഴുത്തിലൊക്കെ വരുന്ന മുഴകള്, അതിന്റെ ട്രീറ്റ്മെന്റ്. പിന്നെന്താ പറയുന്നത് ക്യാൻസേഴ്സ് ഓഫ് ദ ഹെഡ് ആൻഡ് നെക്ക് ഏരിയ അല്ലെ. നമ്മുടെ ഹെഡിന്റെയും കഴുത്തിന്റെയും ഒക്കെ ഭാഗത്തുണ്ടാകുന്ന ക്യാൻസറുകള്. അടുത്ത പോയിന്റും അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടോ, ഒരെണ്ണം വെട്ടി കളഞ്ഞിട്ട് നമുക്ക് ഒരെണ്ണത്തിന്റെ ആവശ്യമുള്ളത് എന്തോ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയിട്ട് വന്നതാണ്, ഒരെണ്ണം മതി കേട്ടോ. ക്യാൻസേഴ്സ് ഓഫ് ദ ഹെഡ് ആൻഡ് നെക്ക് ഏരിയ. പിന്നെന്താണ് ടിയർ ഡക്ട് പ്രോബ്ലംസ്. ടിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണുനീര് അല്ലെ. കണ്ണുനീർ ഗ്രന്ഥികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, കണ്ണുനീർ ഗ്രന്ഥികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പൊ അതൊക്കെ അങ്ങനെയുള്ള അതിന്റെയൊക്കെ ചികിത്സ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ അകത്ത് ചെയ്യുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് കണ്ണ് ഇൻഫെക്റ്റഡ് ആവാം, അല്ലെങ്കിൽ പെട്ടെന്ന് കണ്ണിലേക്ക് എല്ലാ ഇൻഫെക്ഷൻസും വരിക, അതൊക്കെ എന്താണ് ടിയർ ഡക്ട് പ്രോബ്ലംസ് ആണ് കേട്ടോ. കണ്ണുനീർ ഗ്രന്ഥികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അതുപോലെ കണ്ണിന് ഇൻഫെക്ഷൻസ് വരിക, ഇതെല്ലാം അതിനകത്ത് പെടും കേട്ടോ. പിന്നെന്താണ് ബാലൻസിങ് ആൻഡ് ഹിയറിംഗ് ഡിസോർഡേഴ്സ്. അറിയാലോ, ഹിയറിംഗ് ഡിസോർഡേഴ്സ്, കേൾവി തകരാറുകള്. പിന്നെ ബാലൻസിങ് പ്രോബ്ലം, നമ്മുടെ ബാലൻസ് നിലനിർത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരാളാണ് നമ്മുടെ ചെവി എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ തുലന നില നിലനിർത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരാളാണ് നമ്മുടെ ഇയർ, ചെവി എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടില്ലേ ഇയർ ബാലൻസിങ്ങിന്റെ പ്രോബ്ലം അല്ലെ. ഇയർ ബാലൻസിന്റെ പ്രശ്നം ഉണ്ടെന്നൊക്കെ പറയുന്നത് ഇപ്പൊ നിരവധി ആളുകൾക്കുണ്ട് ഈ ഒരു പ്രശ്നം. ഇത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ ഭയങ്കര തലകറക്കം വരും, വോമിറ്റിംഗ് വരും. ശരിക്കും പറഞ്ഞാൽ മൊത്തം ഇങ്ങനെ കിട്ടുന്ന കറങ്ങുന്ന ഒരു ഫീലിംഗ് ആണ് ഭയങ്കരമായിട്ടുള്ളവർക്ക്. എഴുന്നേക്കാനോ അവർക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് കുഞ്ഞി നിൽക്കാനോ അല്ലെങ്കിൽ ഒരുപാട് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കാനോ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക്. ഇയർ ബാലൻസിന്റെ പ്രശ്നമുള്ളതുണ്ട്. വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്.
എനിക്ക് തോന്നുന്നു അതിന് പ്രത്യേകിച്ച് പൂർണ്ണമായിട്ട് അത് മാറില്ല. അതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ മാത്രമേ പറ്റുള്ളൂ. എന്റെ അമ്മയ്ക്കൊക്കെ ഉണ്ട് ഇയർ ബാലൻസിങ്ങിന്റെ പ്രശ്നം. അപ്പൊ അമ്മ പറയുന്ന കേട്ടിട്ടുണ്ടെങ്കിൽ പുള്ളി ഇങ്ങനെ കറങ്ങുന്ന പോലെയാണ്, ഭയങ്കരമായിട്ട് വൊമിറ്റ് ഒക്കെ ചെയ്യും ഇയർ ബാലൻസിങ് കേട്ടോ. അത് ഒത്തിരി പേർക്കുണ്ട്. ഇപ്പൊ പ്രായമായവർക്ക് മാത്രമല്ല ചെറുപ്പക്കാർക്കും ഒക്കെ ഉണ്ട് ഈ സംഭവം കേട്ടോ. ഇതാണ് ശിവയ്ക്ക് അറിയാനോ, ഒത്തിരി പേർക്കുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇയർ ബാലൻസിങ്, അതുപോലെ ഹിയറിംഗ് ഡിസോർഡേഴ്സ്, കേൾവി തകരാറുകള്, അതൊക്കെ ഉണ്ടാവും. പിന്നെ എന്താ സ്നോറിങ് അല്ലെ, കൂർക്കം വലിക്കുന്ന ആൾക്കാര്, കൂർക്കം വലിയ തന്നെ സ്നോറിങ്, കൂർക്കം വലിയ അതൊരു ബുദ്ധിമുട്ടാണ് അല്ലെ, കേൾക്കുന്നവർക്കും ബുദ്ധിമുട്ടാണ്. കൂർക്കം വലി എന്ന് പറയുന്നത് ശരിക്കും ഈ മൂക്കിൽ എന്തെങ്കിലും ബ്ലോക്കേജോ മറ്റോ വരുമ്പോഴാണ് കേട്ടോ കൂർക്കം വലിക്കുന്നത്. അവർക്ക് മൂക്കിലൂടെ ശ്വാസം ഒന്നും എടുക്കാൻ പറ്റില്ല, വായിലൂടെ ആയിരിക്കും അവർ ശ്വാസം എടുക്കുക. അതൊരു പ്രോബ്ലം ആണ് കേട്ടോ സ്നോറിങ്. പിന്നെന്താണ് ENT അലർജി പ്രോബ്ലംസ്, പിന്നെ അലർജിക് ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ അത്. പിന്നെന്താണ് സലൈവറി ഗ്ലാൻഡ് ഡിസീസ്. സലൈവറി ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഉമിനീർ ഗ്രന്ഥികളാണ് കേട്ടോ. ഉമിനീർ ഗ്രന്ഥികളാണ് സലൈവറി ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ സലൈവറി ഗ്ലാൻഡ് ഡിസീസസ്, ഉമിനീർ ഗ്രന്ഥികൾക്ക് ഉണ്ടാകുന്ന തകരാറുകള്, പ്രശ്നങ്ങള്. നമ്മുടെ മൗത്തിൽ തന്നെ 3 ഉമിനീർ ഗ്രന്ഥികളുണ്ട്. പരോട്ടിഡ് ഗ്ലാൻഡ്സ്, പിന്നെന്താണ് മാൻഡിബുലർ, അങ്ങനെ എന്തൊക്കെയോ ഗ്ലാൻഡ്സുകളൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ ഉമിനീർ ഗ്രന്ഥികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, നമുക്ക് ചിലപ്പോൾ ഈ തൊണ്ടയുടെ ഇവിടെയൊക്കെ ഭയങ്കര പെയിൻ ഒക്കെ തോന്നാറുണ്ട് അല്ലെ. എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ എന്താ പറയാ ഉപ്പിട്ടിട്ട് അല്ലെ, എന്താ ഉപ്പിട്ട് വെള്ളം കുടിക്കാറില്ലേ, വെള്ളം നമ്മളിങ്ങനെ പിടിക്കാറില്ലേ ത്രോട്ട് പെയിൻ ഒക്കെ വരുമ്പോ. അപ്പൊ അതൊക്കെ ഈ പറഞ്ഞ സലൈവറി ഗ്ലാൻഡിന്റെ ഡിസീസസിനോട് ഭാഗമായിട്ട് അല്ലെ. കല്ലുപ്പ്, അല്ലെ കല്ലുപ്പം ചെറു ചൂടുവെള്ളത്തിൽ നമ്മൾ ഉപ്പിട്ടിട്ട് പിടിക്കാറില്ലേ, നമുക്ക് ഇങ്ങനെ ത്രോട്ട് പെയിൻ ഒക്കെ വരുമ്പോ, വോയിസ് ഇഷ്യൂസ് ഒക്കെ വരുമ്പോ, അതൊക്കെ. പിന്നെന്താണ് വോയിസ് ഡിസോർഡേഴ്സ് അല്ലെ, ശബ്ദ തകരാറുകൾ, ശബ്ദം പോവുക അല്ലെ. പ്രത്യേകിച്ച് പാട്ട് പാടുന്ന ആൾക്കാർക്കൊക്കെ പ്രശ്നം വരാറുണ്ട്, വോയിസ് ഡിസോർഡേഴ്സ് ഒക്കെ വരുമ്പോ അല്ലെ വരാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള എല്ലാവിധ രോഗങ്ങളെയും ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത്, ENT ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങള്, കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലും ആയിട്ടാണ് കേട്ടോ കംപ്ലീറ്റ് ചെയ്തത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫ് വരെയാണ് പറഞ്ഞു നിർത്തിയിരുന്നത്. അപ്പൊ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്താണ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. കാർഡിയോ വാസ്കുലർ സർജറി അഥവാ ഹൃദയ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് ഹൃദയത്തിനെയും ബ്ലഡ് വെസൽസിനെയും ബാധിക്കുന്ന അസുഖങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. കാർഡിയോ റിലേറ്റഡ് ടു ഹാർട്ട് ആൻഡ് വാസ്കുലർ ഡീൽസ് വിത്ത് ദ ഡിസീസ് ഓഫ് ബ്ലഡ് വെസൽസ്. ക്ലിയർ ആണല്ലോ? അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന നമ്മൾ പറഞ്ഞ ബൈപ്പാസ് സർജറി, വാൽവ് റിപ്പയർമെന്റ്, വാൽവ് റീപ്ലേസ്മെന്റ്, അതുപോലെ പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ, നിരവധി ആയിട്ടുള്ള കുറെ ഹാർട്ട് സംബന്ധമായിട്ടുള്ള എല്ലാതും ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കാർഡിയോളജി. പിന്നെ നമ്മൾ അനസ്തേഷ്യോളജി പഠിച്ചു. അതിനകത്ത് 3 പ്രധാനപ്പെട്ട അനസ്തേഷ്യകളാണ് നമ്മൾ പരിചയപ്പെട്ടത്. ജനറൽ അനസ്തേഷ്യ അല്ലെ, സാധാരണ മേജർ സർജറിക്കൊക്കെ കൊടുക്കുന്നതാണ് ജനറൽ അനസ്തേഷ്യ. അതിനകത്ത് പേഷ്യന്റ് ഫുള്ളി അൺകോൺഷ്യസ് ആയിരിക്കും, സ്ലീപ്പിംഗ് മോഡിലായിരിക്കും. ഓക്കെ. പിന്നെ ലോക്കൽ അനസ്തേഷ്യ എന്ന് പറഞ്ഞാൽ സാധാരണ ഡെന്റിസ്റ്റുകളൊക്കെ യൂസ് ചെയ്യുന്ന അനസ്തേഷ്യയാണ് ലോക്കൽ അനസ്തേഷ്യ എന്ന് പറയുന്നത്. ആ ഒരു സ്മോൾ ഏരിയയ്ക്ക് മാത്രമാണ് നമ്മൾ അനസ്തേഷ്യ കൊടുക്കുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മൾ പറഞ്ഞത് റീജിയണൽ അനസ്തേഷ്യ. സാധാരണ സിസേറിയൻ സെക്ഷൻസിനാണ് റീജിയണൽ അനസ്തേഷ്യ കൊടുക്കാറുള്ളത്. ആ സമയത്ത് പേഷ്യന്റ് കോൺഷ്യസ് ആയിരിക്കും കേട്ടോ. ആ ചെയ്യുന്ന ഭാഗം മാത്രമാണ് മരവിപ്പിക്കുന്നത്, ബാക്കിയെല്ലാം കൊണ്ട് ഒരു കോൺഷ്യസ് ആയിരിക്കും. അപ്പൊ നമ്മൾ അത് 3 കണ്ടു. പിന്നെ നമ്മൾ പഠിച്ചത് ICU ആണ് അല്ലെ, അഥവാ CCU എന്ന് പറയും, ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് അഥവാ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. വളരെ ഇന്റൻസീവ് ആയിട്ടുള്ള കെയർ കൊടുക്കേണ്ട ആളുകൾക്കുള്ള ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്നത്. പിന്നെ മാത്രമല്ല സാധാരണ ഓപ്പറേഷൻ റൂമിൽ നിന്നും ഓപ്പറേഷൻ തിയേറ്റർ, റിക്കവറി റൂമിൽ നിന്നും ഒക്കെ പേഷ്യന്റിന്റെ കണ്ടീഷൻ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം മാത്രമാണ് ICUവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പിന്നെ ICU ഹാൻഡിൽ ചെയ്യുന്നത് ഒരു എന്താ പറയുക ഒരു കൂട്ടം ആൾക്കാരാണ് അല്ലെ. എന്ന് പറഞ്ഞാൽ അവിടെ കൺസൾട്ടന്റ് ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും, ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ടാവും, ഡയറ്റീഷ്യൻസ് ഉണ്ടായിരിക്കും, അനസ്തേഷ്യോളജിസ്റ്റ് ഉണ്ടായിരിക്കും. ഇവരെല്ലാവരും കൂടെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ICU എന്ന് പറയുന്നത്. ക്ലിയർ? പിന്നെ നമ്മൾ കണ്ടു ഡെർമറ്റോളജി അല്ലെ, അതായത് സ്കിന്ന്, ഹെയർ, നെയില് ഇങ്ങനെയുള്ള ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് ENT ആണ് അല്ലെ. ENT അതും അറിയാലോ നിങ്ങൾക്ക്. ഇയർ, നോസ്, ത്രോട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ENT എന്ന് പറയുന്നത്. അപ്പൊ അവർ ഏതൊക്കെ ടൈപ്പിലുള്ള രോഗങ്ങൾ അവർ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതും നമ്മൾ കണ്ടു. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇന്നത്തെ ക്ലാസ് ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? എന്താണ് ശ്രീദേവി CCU ICU ഒന്നുകൂടി പറയാൻ പോകുന്നത് അല്ലെ? ഓക്കെ.
CCU അഥവാ ICU എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയാണ് കേട്ടോ. CCU എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്, അങ്ങനെയും പറയാം. ICU ദാറ്റ് മീൻസ് ഇന്റൻസീവ് കെയർ യൂണിറ്റ് കേട്ടോ. എന്താണ് ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനകത്ത് പറയുന്നത് നമ്മുടെ വളരെ ഗുരുതരമായിട്ടുള്ള അസുഖങ്ങളുള്ള ആളുകൾക്ക് പ്രത്യേക പരിചരണം കൊടുക്കുന്ന ഒരു വിഭാഗമാണ് ICU അഥവാ CCU എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ മാത്രമല്ല നമ്മളവിടെ ക്രിട്ടിക്കൽ കെയർ കൊടുക്കുന്നത് ഇതിലൂടെയാണ്, ഈ പറഞ്ഞ ഇന്റൻസീവ് കെയർ യൂണിറ്റിലൂടെയാണ്. മനസ്സിലായല്ലോ? ഇന്റൻസീവ് കെയർ യൂണിറ്റ് അഥവാ ICUയിലൂടെയാണ് നമ്മൾ ആ ഒരു പ്രത്യേക പരിചരണം ആ ഒരു പേഷ്യന്റിന് കൊടുക്കുന്നത്. പിന്നെ മാത്രമല്ല സാധാരണയായിട്ട് നമ്മൾ എമർജൻസി റൂം, കാഷ്വാലിറ്റി, അതുപോലെ ഓപ്പറേഷൻ തിയേറ്റർ, റിക്കവറി റൂം, അവിടെ നിന്നൊക്കെ ഈ രോഗിയെ ഇനീഷ്യലായിട്ട് സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം, അതായത് പ്രാഥമികമായിട്ടൊരു ആ ഒരു പേഷ്യന്റിന്റെ കണ്ടീഷൻ സ്റ്റേബിൾ ആക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ICUവിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതുപോലെ ICUവിനകത്ത് വളരെ കുറച്ച് ബെഡുകൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. പിന്നെ മാത്രമല്ല ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത്, കൈകാര്യം ചെയ്യുന്നത് എന്ന് പറയുന്നത് സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സും നഴ്സസും കൺസൾട്ടന്റ് അനസ്തെറ്റിക്സും ഫിസിയോതെറാപ്പിസ്റ്റും ഡയറ്റീഷ്യൻസും ഇവരുൾപ്പെടുന്ന ഒരു വലിയൊരു ടീമാണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ കൈകാര്യം ചെയ്യുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയില്ലേ പറഞ്ഞത്? ഓക്കെ. ഇനി എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇന്നത്തെ ക്ലാസ്സിനകത്ത്? വായിക്കണോ കേട്ടോ. എന്താണ് സരിത? BP ലോയ അവർക്ക് അനസ്തേഷ്യ കൊടുക്കാൻ പറ്റില്ലല്ലോ. പറ്റില്ല. അപ്പൊ അവർക്ക് മറ്റെന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ ആർക്കും ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അപ്പൊ വായിക്കണം കേട്ടോ, ഈ ഭാഗങ്ങളൊക്കെ വായിക്കണം. അപ്പൊ നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ. താങ്ക് യു. താങ്ക് യു മിസ്. Thank you, Miss. Thank you, Miss. Thank you.